അപ്പോൾ ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ 31ാമത്തെ യുണീക് ടോക്സ് ആണ്. 31 ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് ചെയ്യാറുണ്ട്, ഫ്രീ ആയിട്ട് ടോക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ടോക്കാണ്. ഇത്രയും 30 ആഴ്ചകളായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ടീം മെമ്പർ ഫാത്തിമ മിസ്ന. ആളൊരു ഹിസ്റ്ററി ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. അതേപോലെ ഒരു നല്ലൊരു റീഡർ ആണ്, റൈറ്റർ ആണ്. അത് മീൻസ് ഏകദേശം ഒരു 300ഓളം ബുക്കുകളൊക്കെ ലൈഫിൽ വായിച്ചു തീർത്തുള്ളതാണ്. ഇപ്പോഴും വായനാശീലം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോ ഇന്ന് ആളാണ് നമ്മൾക്ക് സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതേപോലെ എല്ലാ സെഷനിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ പറയാറുണ്ട്, ഒന്ന് മൈൻഡിൽ 3 കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഒന്ന്, ഒരു ഹ്യൂമൺ ആണ് നമ്മൾ, ഒരു ഹ്യൂമൺ ആണ് നമ്മൾ, ഒരു മനുഷ്യരാണ്. ക്ലാസ് എടുക്കുന്നതും അതേപോലെ ഒരാളാണ്. ആരെയും ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇരിക്കുന്നതിന് പകരം നമ്മളൊന്ന് കാമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും നമുക്ക് റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസീവിങ് മോഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. എം ടി കപ്പായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് പറയും. അതേപോലെ എപ്പോഴും ഒരു ചൈൽഡ് ആയിട്ട്, ഒരു കുട്ടിയായിട്ട്, ഒരു കുട്ടി എത്രത്തോളം ക്യൂരിയോസിറ്റിയോട് കൂടിയാണോ ഒരു സെഷൻ അല്ലെങ്കിൽ ആള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ആ രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല. നമ്മളുടെ ടീം ലീഡർ ആയിട്ടുള്ള ഫാത്തിമ മിസ്നെ നമ്മുടെ ഈ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ഫാത്തിമ മിസ്ന. താങ്ക് യു സർ. ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? ഞാൻ ആ ഒരു ടാഗ് ലൈനിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇന്നും ആ ഒരു ടാഗ് ലൈൻ തന്നെ കൊടുക്കാന്ന് കരുതിയത്. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോഴാണ് നമ്മൾ എന്നും പറയുന്ന പോലെ നിങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ കണക്ട് ചെയ്യാനും കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി പറ്റുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഏകദേശം 17 ആളുകളോളം കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് ഒരു റീസൺ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒന്ന് സക്സസ് ആവാനോ അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് ഹാപ്പി ആക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റു തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളെ സെൽഫിനെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ഒരു റീസൺ ഉണ്ടാവില്ലേ? അതെന്താണ് എന്നുള്ള ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നന്നായിരുന്നു. ഹാപ്പി ആവാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലാവാനോ? ഷിഫാന മാം പറയുന്നുണ്ട് ഉണ്ട്. ആ റീസൺ ഒന്ന് മെൻഷൻ ചെയ്യാമോ? സക്സസ് ആവാനും എന്തെങ്കിലും ഒന്നായിട്ട്. ആരും റെസ്പോണ്ട് കാണുന്നില്ല. സക്സസ് തന്നെ മാഷാഅല്ലാ. ക്യൂരിയോസിറ്റി ഗെറ്റ് മോർ വിസ്ഡം, ഹാപ്പിനെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളിപ്പോ പറഞ്ഞ വെച്ച റീസൺസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് കുറെ വലിയൊരു തിയറി ക്ലാസ് പോലെ ആരും എക്സ്പെക്ട് ചെയ്യണ്ട. ചില കഥകളൊക്കെ പറഞ്ഞ് ചില അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിനുള്ള പാഠങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ വെള്ളം മുന്നോട്ട് പോവാം. അതല്ലേ സ്റ്റെപ്പ്? ഞാനിവിടെ ഇരിക്കുന്ന മുന്നേ കുറേ മനുഷ്യരോട് നന്ദി പറയാറുണ്ട്. എൻ്റെ ഉമ്മ എപ്പോഴും പറയലുണ്ട്, നമ്മൾ വന്ന വഴി സാഹചര്യങ്ങൾ മറവിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാലും അവിടെ കണ്ട മനുഷ്യരെ മറന്നു പോരുന്നില്ല. അപ്പൊ അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയേണ്ടി വരിക എൻ്റെ ഉമ്മ അപ്പ എൻ്റെ ഫാമിലിക്കാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ലേലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലേലും എൻ്റെ കുട്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരു ഇന്റൻഷനില് അത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഇങ്ങോട്ട് വിടാറുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ സമയം നമ്മള് വന്ന സമയത്ത് എനിക്ക് കയ്യിൽ ഫോൺ തന്നിട്ടുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിലാണ്. എന്നിട്ട് കാക്ക പറഞ്ഞൊരു കാര്യം, നിന്റെ കയ്യിലൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്, അത് ഈ കളയരുത്. അപ്പൊ അന്ന് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു ഈ സമയത്ത് തന്നെ ഫോണോ സിമ്മോ നെറ്റോ കാര്യങ്ങളോ. ശരിക്കും അവര് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ കയറിയത്, പടച്ചോനെ കുട്ടികൾക്ക് ഈ സമയത്ത് ഫോൺ കൊടുക്കാൻ പാടില്ലേ എന്നില്ല. പക്ഷെ അത് തന്നിട്ടുണ്ട്. അത് ഞാൻ നല്ല രീതിക്ക് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും അവർ പക്ഷെ ഇവിടെ നിന്ന് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആദ്യത്തെ താങ്ക്സ് അവിടെ ഇരിക്കുമ്പോ പിന്നീട് ഈ മൈൻഡ് പവർ, മോട്ടിവേഷൻ ഇതിലേക്ക് കടന്നു വന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്കുള്ള നന്ദി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഫാസിൽ സേറിന്റെ ഞങ്ങളുടെ ഒക്കെ ഗൈഡായിട്ട് കാണുന്ന കോഴിക്കോടിൽ ഡോക്ടർ അദ്നാൻ ഹാദി സാർ ഉണ്ട്. പലർക്കും അറിയുന്നുണ്ടാവും, എ ഡോക്സിന്റെ ഹെഡ് ആണെന്നത്. ആളാണ് എന്റെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്. നമ്മളിപ്പോ ഇവിടെ സാറ്റർഡേ ആണല്ലോ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, അതുപോലെ ആളെ ടോക്ക് ഉണ്ടാവില്ല സൺഡേകളില്. അഫ്സൽ സാറിന് അറിയും, ഇവിടെ ചില ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതാണ് ഉസ്നാ നസ്രീൻ എന്ന് പറഞ്ഞ ആളെ സ്റ്റോറി ഉണ്ട്, അങ്ങനെ കണക്ട് ആയി പോയി. പിന്നീട് ഞാൻ അത് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. പിന്നീട് അവിടെ നിന്നാണ് ഹുസ്ന നസ്രീന്റെയും അതുപോലെ നജീദ മാം ഉണ്ട്.
അവരുടെ ഒക്കെ സ്റ്റോറികളില് ഇങ്ങനെയൊക്കെ മൈൻഡ് പവർ ഉണ്ട്, നമുക്ക് സക്സസ് ആവാൻ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, വിഷ്വലൈസേഷൻ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പിന്നീട് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു നജിത മാമിന്റെ അടുത്താണ് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫുൾ A+ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് എല്ലാവരും പറയില്ല, കുട്ടി എന്തായാലും സയൻസ് എടുക്കണം, നോ രക്ഷ, ഡോക്ടർ, എഞ്ചിനീയർ, അതിന്റെ അപ്പുറത്തേക്ക് വേറെ വേണ്ട. ആ ഒരു രീതിക്ക് എല്ലാവരും വാശി പുറത്ത് ഹ്യൂമാനിറ്റീസ് എടുത്ത ആളാണ്, എനിക്ക് ഹിസ്റ്ററിയും പൊളിറ്റിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതെടുക്കുന്നു. അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നു. നമ്മള് ചുറ്റും പറയുന്നത് ഇതാണ്, എന്റെ ഒറ്റ ഡിസിഷനിലാണ് പാരന്റ്സും പറഞ്ഞു ഓക്കെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എടുത്ത് പോയിക്കോന്നില്ല. അപ്പൊ നജീദ മാമിനെ ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, മാം എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ എന്താ ചെയ്യാ അറിയില്ല, എനിക്ക് അതായത് ഇങ്ങനെ സംസാരിച്ചൊക്കെ മുന്നോട്ട് പോകാനും ഹിസ്റ്ററി പഠിക്കാനാണ് ആഗ്രഹം. അപ്പൊ ആള് തന്ന റിപ്ലൈ ഉണ്ടായിരുന്നു, മിസ്ന മോക്ക് അത് ഇഷ്ടമാണെങ്കിൽ മോൾ അതിട്ട് മുന്നോട്ട് പോയിക്കോ, ഒരാൾ പറഞ്ഞതെന്ന് കരുതി നമ്മൾ എവിടെ എത്തുമെന്നോ എത്താതിരിക്കുമൊന്നുമില്ല. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്റെ ഉമ്മക്കും സിസ്റ്റേഴ്സിനൊക്കെ അറിയണ്ടാവും, ഞാൻ സയൻസിന് പോയി ആപ്ലിക്കേഷൻ കൊടുത്ത ആളാ. എന്നിട്ട് വീട്ടിൽ വന്ന് കരഞ്ഞു നിലവിളിച്ചപ്പോ ഉമ്മ പിന്നെ അക്ഷയ സെന്ററിൽ വിളിച്ചിട്ട് പറയായിരുന്നു ഒക്കെ ഹ്യൂമാനിറ്റീസ് തന്നെ മതി എന്നില്ല. അത് നസീദമാമിന്റെ ഒരു ഉറപ്പിന്റെ ബേസിലായിരുന്നു. ഇപ്പൊ മാഷാഅല്ലാ ഞങ്ങളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നജീദ മാം വഴി അവിടെ സെഷനിൽ തന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതാണ് വിഷ്വലൈസേഷൻ ആയിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിട്ടും ഒക്കെ പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു, മൈൻഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് ഗസ്റ്റ് ആയിട്ട് അഫ്സിൽ സാറ് നമ്മൾ കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന സമയത്ത് സേർ അവിടെ ടോക്ക് എടുത്ത് പോയിരുന്നു. നമുക്ക് ചെറിയൊരു മെസ്സേജ് ഷെയർ ചെയ്യാന്നുള്ള രീതിക്കായിരുന്നു, ഹോസ്റ്റ് ആയിട്ട് നിൽക്കായിരുന്നു. പിറ്റേ ദിവസം മോർണിംഗ് എനിക്ക് മെസ്സേജ് അയക്കായിരുന്നു, മിസ്ന ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇട്, നിങ്ങൾക്ക് നമ്മളെ ടീമിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഓക്കെ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞേ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കൽ പഠിച്ചവന്റെ അടുത്ത്, പഠിച്ചവനെ എന്ത് കാര്യമാവട്ടെ എത്ര വലിയ വിജയം എന്റെ ലൈഫിലേക്ക് അത് നന്മയാണെങ്കിൽ എന്നിലേക്ക് എത്തിക്കണേ, അല്ലെങ്കിൽ തട്ടിക്കളയണേന്നില്ല. അത് പറയാൻ കാരണം എനിക്ക് ജോബ് കിട്ടിയത് സത്യം പറഞ്ഞ ഒരു വലിയ തന്നെയാണ്, ആർക്കും അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. അഫ്സൽ സാർ എന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു, ഫോണും അതുപോലെ ഒരു പേപ്പറിന്റെ കാര്യങ്ങളുമായിട്ട്. ഞാൻ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. നിങ്ങളെ ചിന്തിക്കണം, ഏജ് നോക്കണം, എക്സ്പീരിയൻസ്. നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും ഒരു ഗ്ലാമറസ് പോസ്റ്റായി കാണുന്ന ഒരു ജോബിലേക്ക് ഒരാൾ എടുക്കുന്ന ഒരു ഇതാണ്. എനിക്കൊന്നും അറിയില്ല എന്ത് ധൈര്യത്തിലാണ് അഫ്സൽ സാർ ആളെ പർപ്പസ് എന്നെ ഏൽപ്പിച്ചെന്നില്ല. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്, അവിടെ ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് എനിക്കൊരു പേടിയുണ്ട്, പഠിച്ച റബ്ബേ ആൾ എന്തിന്റെ ബേസിലാവും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവാന്നില്ല. ആളെ എന്നിൽ എന്തോ ഒന്ന് കണ്ടതുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ മനുഷ്യരൊക്കെ ഇല്ലേ, ഇവരൊക്കെ എടുത്താണ് നമ്മൾ നന്ദി പറയേണ്ട കുറച്ച് മനുഷ്യർ. അഫ്സൽ സാർ അടുത്ത് ഇന്നും എന്നും പോയി കണക്ട് ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ഈ സെഷൻ എടുക്കുന്ന സമയത്ത് എന്റെ ഉമ്മനെ പോലെ എന്റെ പാരന്റ്സിനെ പോലെ സിസ്റ്റേഴ്സിനൊക്കെ പോലെ ഹാപ്പി ആവുന്ന ഒരാളുണ്ടെങ്കിൽ അഫ്സൽ സാറാണ്. ആളെന്റെ അടുത്ത് കുറെ ആയി പറയുന്നതാണ്, മിസ് ഞങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് അതിന് കഴിവുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ സാറെ ടൈം ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു പോവായിരുന്നു. ഇന്ന് എന്തായാലും നിങ്ങൾ എടുക്കുക, നമുക്ക് എടുത്ത് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യത്തിന്റെ ബേസിൽ എടുത്ത് നോക്കാം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർ ഫ്രീ ക്ലാസ് വഴി അറിഞ്ഞതായിരുന്നു, അതിന്റെ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നില്ല. നമ്മളൊക്കെ പറയും നന്ദി പറയണം ജീവിതത്തില്. ഇല്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇൻ ഷക്കരത്തും ലസീദ് എന്നൊക്കെ പഠിച്ചവൻ പറയുന്നുണ്ട്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും. നിങ്ങൾ നന്ദി കെട്ടവരാണെങ്കിൽ എന്നിൽ നിന്നുള്ള പരീക്ഷണം അതികഠിനമായിരിക്കും എന്നുള്ളത്. നമ്മൾ ആയത്ത് മാത്രം എടുത്ത് ഒരു വിശ്വാസിയാണെങ്കിൽ മുന്നോട്ട് പോവാണെങ്കിലും നമുക്കത് മനസ്സിലാവും എന്തിനാ പറയുന്നില്ല. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, എന്തുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയാമെന്ന് പറയുന്നത്. എനിക്കറിയുന്ന ഒരു എത്തുണ്ട് കോഴിക്കോട്, നമുക്ക് പേര് വേണമെങ്കിൽ നഫീസത്താന്ന് കൊടുക്കാം. ഒരു ഉമ്മയുണ്ട് ഖദീജുമ്മന്ന് കൊടുക്കാം. നഫീസത്ത് അവർ ഫ്രണ്ട്സ് ആണ്, അല്ലെ ഖദീജുമ്മ ഒറ്റക്കാണ് താമസിക്കുന്നത്. മക്കൾ ഒഴിവാക്കിയതാണ്, ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്, സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെൽ സെറ്റിൽ ഫാമിലിയാണ്. മക്കൾ എന്തൊരു വിഷയം വന്ന സമയത്ത് ഉമ്മ മാറി നിന്നതാണ്. എല്ലാം ഒരു പള്ളിക്കന്ന് കണ്ടുമുട്ടിയതാണ് ഖദീജത്തെ നഫീസുമ്മ, സോറി നഫീസത്തെ ഖദീജുമ്മ. എന്നിട്ട് അവര് കാണുമായിരുന്നു, ഇടക്കിടക്ക് പറയുമായിരുന്നു, ഇത്താട് എനിക്കൊന്ന് കോൾ ചെയ്യണം കേട്ടോ, ഏജ് ആയാണ്, 60 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നഫീസുമ്മോട് ഇങ്ങനെ പറയും, നഫീസത്താട് ഇങ്ങനെ പറയും, എനിക്ക് കോൾ ചെയ്യണം, ഞാൻ ഒറ്റക്കല്ല, എനിക്ക് എന്റെ കൂടെ ആരൊക്കെയോ ഉണ്ട് തോന്നിപ്പിക്കാനാണ്. അങ്ങനെ അവരിടക്ക് കോൾ ചെയ്യായിരുന്നു, സംസാരിക്കുമായിരുന്നു, പുറത്തു പോകുമായിരുന്നു. 60 വയസ്സായ ആളാണ് ഉദ്ദേശിക്കാൻ നമ്മളെ. പെട്ടെന്നൊരു ദിവസം ഈ നഫീസത്തേക്ക് കോള് വരികയാണ്, പോലീസ് സ്റ്റേഷനിലാണ്. ഈ നഫീസുമ്മ എന്ന് പറഞ്ഞ ആള് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, 60 വയസ്സായ ആളാണ്. നമ്മൾ ഇന്ന് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത്, അതായത് ഫാമിലി ബേസിൽ, അതായത് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന വെൽത്ത് ആണല്ലോ, അതൊക്കെ സെറ്റിൽ ആയിട്ടുള്ള ആളാണ്, ഒരുപാട് ഷോപ്പിന്റെ ഓണറാണ്, ലേഡിയാണ്. അപ്പോ ഈ
നഫീസത്താക്ക് കോള് വരാനുള്ള റീസണ് അവരെ ഫോണിൽ നിന്ന് ലാസ്റ്റ് കോള് പോയിട്ടുള്ളത് അവർക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് അവർ ആത്മഹത്യ ചെയ്യായിരുന്നു. ഈ പള്ളിയിൽ പോകുന്ന ആൾ എപ്പോഴും പറയായിരുന്നു ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല, അതെന്തിനാണ് ചെയ്യുന്നത്, അതൊക്കെ പൊട്ടത്തരല്ലേ, നമ്മളെ ജീവിതത്തിനോട് ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇപ്പൊ ഈ അടുത്ത് നമ്മളെ കോളേജിൽ ഒരു കുട്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും ആത്മഹത്യ എന്തോ ഒന്ന് നമ്മളെ ലൈഫിൽ ഇല്ല എന്നുള്ളത് നമുക്കൊരു തോന്നലിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഒരു എന്നെ ആരും കേൾക്കാനില്ല, എനിക്കൊന്നുമില്ല, എന്തോ ഒന്നിന്റെ ഒരു ലാക്കാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഒരു പക്ഷെ ഇപ്പോഴത്തെ ആത്മഹത്യ നമ്മൾ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ചിലപ്പോൾ ഉമ്മ വഴക്ക് പറഞ്ഞതിന്റെ പേരില്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങി കൊടുക്കാത്തതിന്റെ പേരില്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പൊട്ടിയതിന്റെ പേരില്, അതൊക്കെ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളാണെന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് ആ ഒരു ലാക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അതിന് നാളെ ഒരു നഫീസുമ്മേ ഒരു ഖദീജത്തെ ഒന്നും ആവാതിരിക്കാന് നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. എന്തുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, നമുക്ക് ഉള്ളത് എന്തൊക്കെ സാധനങ്ങളാട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന, നിങ്ങൾ ഇവിടെ ഫിസിക്കലി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്. നമ്മള് കഴിവുകളില്ല, എനിക്ക് എന്റെ സാഹചര്യങ്ങൾ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. നമുക്ക് എല്ലാം ഇല്ല. നമ്മൾ ചോദിക്കുന്ന എല്ലാം പഠിച്ചോണ്ട് തന്നിക്കണമെങ്കിൽ പഠിച്ചോണ്ട് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ, നമുക്ക് മുപ്പര് ഓർമ്മയുണ്ടാവില്ല. അയ്യ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മള് ശ്രദ്ധിക്കണം. നമുക്കൊരു ഡൗൺ വരുന്ന സമയത്താണ് നമ്മൾ പഠിച്ചവനോട് കൂടുതൽ അടുക്കുക, നമ്മളെ കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രയറൊക്കെ അധികരിക്കുക ആ സമയത്താണ് എന്റെ പഠിച്ചവൻ എന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. അപ്പോൾ നല്ല വേദനകൾ വരുന്നത് ഒരു പക്ഷേ അങ്ങനെയുള്ള തിരിച്ചറിവുകൾ നമുക്ക് തരാനാവാം. നന്ദി കാണിക്കാം, അത് ഞാൻ പറഞ്ഞത്, എന്തിന് നന്ദി കാണിക്കണം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതുക വഴി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ബോധം നമ്മളിൽ നിറക്കാനാണത്, വേറെ ഒന്നിനുമല്ല. കാരണം നമുക്കത് വേറെ പലരും പല കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി നമുക്ക് എന്തൊക്കെ ഉണ്ട് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. പലതും നമ്മളില്ല എന്ന് പറയുന്ന സമയത്തും എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ പല രീതിക്ക് എഴുതുന്നവരുണ്ടാവും. ഇവിടെ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. കാഴ്ചക്ക് അൽഹംദുലില്ലാ, കേൾവിക്ക് അൽഹംദുലില്ലാ, ആ ഒരു വേ ഓഫ് ലൈൻ അങ്ങനെ പോവാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് പോവാം. അതിന്റെ മെത്തേഡ്സ് നമ്മുടെ മുന്നിൽ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇപ്പൊ പലരും പറയില്ലേ എനിക്ക് ജീവിതം മടുത്തിട്ടുണ്ട്, എനിക്ക് പുതിയതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാത്തിനോടൊരു മടുപ്പാണ് നമുക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഒന്നിലും പുതുത് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ പറ്റുകയാണെങ്കിൽ രാത്രികളിൽ ഒന്ന് തെരുവുകളിൽ പോയി നോക്കാം. നമ്മളിരിക്കുന്ന വീടിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ പുതപ്പില്ലാതെ ഉറങ്ങുന്നവരുണ്ട്, തെരുവ് കൂട്ടങ്ങൾ ഉറങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മളിലേക്ക് ഇല്ലാത്തവരിലേക്ക് നോക്കണം എന്നല്ല നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെടുത്തൊരു ശാന്തി ഭവൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കുട്ടികളാട്ടുന്നതാണ്. 6 മാസമായിട്ടുള്ള മക്കളൊക്കെ അവിടെ വരും, പാരന്റ്സ് ആരാന്നറിയാതെ. ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം ഉള്ളവരാണ് എന്നുള്ള ഒരു ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ്. പുറകിന്ന് ക്ലാസ് എടുക്കുന്നതല്ല, എത്രത്തോളം നമുക്ക് ഉള്ള കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് നരിക്കുനിലുള്ള അത്താണി എന്ന് പറയും, പീസ് വാലി എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിസിറ്റേഴ്സ് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലോ അതല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വെറുതെ പോയി നോക്കുക. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ബോധം നമ്മൾ നടക്കാനാണ്. നമ്മള് പഠിച്ചവന്റെ അടുത്ത് എന്നും പരാതികളാ പറയും, എന്റെ പഠിച്ചവൻ എനിക്കത് തന്നിട്ടില്ല, എന്റെ സിറ്റുവേഷൻ മാത്രം എങ്ങനെയാണ്, എന്താ പഠിച്ചോനെ ഇതെന്നില്ല. അതിന് പകരം നമുക്ക് എനിക്ക് ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറ്റുകയാണെങ്കിലും വിസിറ്റ് ചെയ്ത് നോക്കുക. പിന്നെ പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അൺകണ്ടീഷണൽ ആയി തുടങ്ങും. ആ ഞാനിപ്പോ ഇതുപോലെ അഫ്സൽ സാർ നന്ദി പേരെടുത്ത് പറഞ്ഞ പോലെ വേറെ മനുഷ്യന്റെ ലൈഫിലില്ല. അനൂപ് പറവന്നൂര് എന്ന് പറയും, ഞാൻ വേറെ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സാം പേടി ഭയങ്കര ഉള്ള ആളായിരുന്നു. ഇന്നിപ്പോ അത് വീട്ടിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. എക്സാം ആയി കഴിഞ്ഞാൽ പുസ്തകം മാത്രമേ എന്റെ കണ്ണിൽ കാണുള്ളൂ, വേറെ ഒന്നിക്കില്ല. എക്സ്ട്രാ വീട്ടിൽ പരിപാടികൾക്കൊന്നും പോയില്ല. അങ്ങനെ വരെയുള്ള ഒരു മിസ്സിനായിരുന്നു 10ാം ക്ലാസ്, +1 +2 വരെ എന്നൊക്കെ പറയാം. ഇപ്പൊ എനിക്ക് സെഷൻ എടുക്കാണ്ട് 8 മണിക്കാന്നൊക്കെ അറിയാം. ഉമ്മാന്റെ വീട്ടിലായിരുന്നു, 5 മണിയൊക്കെ എന്റെ വീട്ടിലെത്തിയപ്പോ. അതിനുശേഷം ഞാൻ വീട്ടിൽ പിസ ഉണ്ടാക്കാൻ പോവായിരുന്നു. ഇങ്ങനെ ഒരു ടെൻഷന്റെ അവസ്ഥകൾ ആലോചിക്കണം. ആദ്യമായിട്ട് സെഷൻ എടുക്കാനുള്ള ആളാണ്, ഫസ്റ്റ് എടുക്കുന്ന സെഷനാണ്, അതിന് പ്രിപ്പയർ ചെയ്യാണ്ടെന്ന് അറിയാം. പക്ഷെ വെറുതെ നമ്മളെല്ലാ കാര്യങ്ങളും ഈ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ലാതായി മാറി. താത്തന്റെ അടുത്ത് പറഞ്ഞേ എനിക്ക് ഇന്ന് സെഷൻ എടുക്കാല്ലേ, 7 വരെ ഞാൻ കിച്ചണിലാണ്, അതുണ്ടാക്കുന്ന തിരക്കിലാണ്, ഇവിടെ സെഷൻ എടുക്കുന്നതല്ലേ ചിന്ത. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടെൻഷനുകൾ പറയില്ല. നമ്മള് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എത്തിക്കഴിഞ്ഞാൽ പോലും അറിയാത്തൊരു സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ എത്തിപ്പോവാന്നില്ല. നമ്മൾ പറഞ്ഞത് അൺകണ്ടീഷണൽ ലവ് ആയിരുന്നല്ലോ.
അങ്ങനെ ഈ ടെൻഷൻ ഞാൻ പറഞ്ഞ അത്രത്തോളം പീക്കിലുള്ള ആളായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടുണ്ടെന്ന് പറയാനാണ് ഇന്നത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത. അപ്പൊ അന്ന് എനിക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ കേൾക്കാൻ പോയി. ട്യൂഷൻ സെന്ററിൽ എന്തായാലും 10ാം ക്ലാസ് എത്തുമ്പോൾ വരുമല്ലോ, ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ അതാണുള്ളത് പറഞ്ഞിട്ടില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഇല്ല എങ്കിൽ നിങ്ങൾ ജീവിതം അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ടില്ല. എബോ ക്ലാസ്സിൽ ഇരുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ സാധനം ഒന്നുകൂടെ കണക്ട് ആവും. വരുന്ന എല്ലാ പീരീഡിലും ടീച്ചേഴ്സ് നമുക്ക് ഈ സാധനം ഇങ്ങനെ കയറ്റി തരും. എനിക്ക് തോന്നുന്നത് അങ്ങനെ കയറ്റി തന്നത് എന്റെ ഉള്ളിലൊക്കെ പേടി കയറിയിട്ടുള്ള കാരണം അതാണ്. ആവശ്യമില്ലാണ്ട് കയറ്റി തന്നിട്ടില്ല. ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടൊരു സാറായിരുന്നു, അനൂപ് സാർ എന്ന് പറയും. ഞാൻ ആളത്തെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ടെൻഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ആള് തന്നത് ഒരു കുറച്ച് സമയങ്ങളായിരുന്നു. കുറച്ച് സമയങ്ങളിൽ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ ചെയ്തു നോക്കും വിശ്വനാന്നില്ല. അത് എന്റെ ഉള്ളിൽ കുറെ റിലീഫ് കൊണ്ടുവന്നു. ഇന്ന് ഞാൻ ആ പേടിനെ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഏറ്റവും താങ്ക്സ് പറയാനില്ല. എനിക്ക് ഓർമ്മയുണ്ട് റിസൾട്ട് അറിഞ്ഞ ഉടനെ സാറിനെ വിളിച്ചിരുന്നു. സാറേ ഇങ്ങനെ ഞാൻ ഫുൾ A+ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഉമ്മ ഇതുപോലെ പറഞ്ഞു, മിസ്സിനൊക്കെ എന്താണ് നമുക്ക് ചെയ്യാന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഈ സെഷൻ എടുക്കുന്ന കുറച്ച് മുന്നേ മെസ്സേജ് അയച്ചിരുന്നു, സാറേ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഞാൻ എന്തൊക്കെ എന്റെ ലൈഫിൽ അപ്സ് ആവട്ടെ ഡൗൺസ് ആവട്ടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് അനൂപ് സാറിന്റെ അടുത്താണ്. ഏത് സമയത്തും രാത്രി 12 മണിക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചില സിറ്റുവേഷനുകളിൽ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഓടിച്ചെല്ലാൻ ഒരു മനുഷ്യനെ നമ്മൾ ഭൂമിയിൽ കണ്ടെത്തുന്നത് നമുക്ക് വേദനകളിൽ താങ്ങാൻ വേണ്ടിയിട്ട്, തണൽ ഒന്ന് വീണാതെ പോവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടെത്തുന്ന പോലെ പ്രധാനമാണ് നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനായിട്ട് മാറുക എന്നില്ല. നമ്മളെല്ലാവർക്കും എല്ലാരും പോയി തണലായി മാറുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതുപോലെ ഇതുണ്ട്. നമുക്ക് നല്ല BP അടിച്ചു കയറുന്ന പോലെ ഉണ്ട്, നല്ല വിറക്കുന്നുണ്ട്. ആളൊക്കെ തന്ന റിപ്ലൈ എന്തായിരുന്നു അറിയോ, മിസ്സിന് ഏത് സമയത്താണ് ഇങ്ങനെ അധികം വരികയെന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പകലാണ്. എന്നോട് പറഞ്ഞു, ആ അപ്പൊ ടെൻഷൻ ആവേണ്ടത് ഭ്രാന്തല്ല കേട്ടോ. ഒരു കൗൺസിലർ സൈക്കോളജിസ്റ്റ് എനിക്ക് എന്ന റിപ്ലൈ ആണിത്. അന്ന് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. ആ ഒരു രണ്ടക്ഷരത്തും ഇത് ഭ്രാന്തല്ല മിസ്സിന, ടെൻഷൻ ആവണ്ട, ഭ്രാന്ത് രാത്രിയിലാണ് ഉണ്ടാവുക. നമ്മള് വാക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അറിയില്ല. ഇന്നും ആ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് ഇടയ്ക്ക് ടെൻഷൻ വരുമ്പോൾ അത് എടുത്തു നോക്കും. നമ്മള് ഇത് 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 പറഞ്ഞിട്ട് വേറൊരു ലക്ഷ്യം കൂടെ ഇവിടെ ഉണ്ട്. നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. നമുക്ക് വേദന വന്നു കഴിഞ്ഞാല്, സങ്കടം വന്നു കഴിഞ്ഞാല് വേറെ മനുഷ്യന്മാരെ കണക്ട് ചെയ്യാൻ നമുക്ക് മടിയാവും. നമ്മളെ പ്രശ്നം അവരോട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു കുറച്ചിലല്ലേ, നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് അവരറിയൂലേ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് ഇടങ്ങാറാവുന്നുണ്ടാവും, ഇത് എന്താ കാട്ടണ്ടി അറിയൂല, ഈ ടെൻഷനൊക്കെ ഉണ്ട്. ഇതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ റിലീഫ് കിട്ടും നമുക്കറിയാം. പക്ഷെ നമ്മളെ ഈഗോ നമ്മളെ സമ്മതിക്കൂല. ആയിരിക്കില്ല ഈ നമ്മളാണ്ട് പോണ്ടട്ടാ പോയിക്കുന്ന പോലെ നമ്മൾ ഈ പ്രശ്നം അറിയാം പോലെ നമ്മളെ വിലയിരുത്തുന്നത്. ഇതൊക്കെ ഈ പ്രശ്നം ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലോ, അപ്പോൾ ഇന്റെ കാര്യങ്ങളൊക്കെ വേറെ പോയിട്ട് പറയണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണാം. ആ ഒരു മടി എല്ലാവരും മാറ്റി വെക്കുക. നമ്മളൊക്കെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഇൻഡിപെൻഡന്റ് എന്ന വാക്കിന്റെ കൂടെ പോലും ഡിപ്പെൻഡ് എന്ന വാക്കുണ്ട്. നമ്മളൊക്കെ ആശ്രയിക്കേണ്ട മനുഷ്യരാണ്. എല്ലാ മനുഷ്യർക്കും അപ്സും ഡൗൺസും ഉണ്ടാവും. നമുക്ക് ആരോ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സങ്കടങ്ങൾ പൊതുവെ പറയല്ലോ ആണുങ്ങൾ കരയാൻ പാടില്ല, ഓരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യശാലികളാണെന്നുള്ളതൊക്കെ അപ്പൊ കുറെ മാറി വരുന്നുണ്ട്. അങ്ങനെയുള്ള തിയറികൾ ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കരുതെന്ന് ഞാൻ പറയാം. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. എല്ലാവർക്കും ഒരു അപ്സ് ഉണ്ടാവും ഡൗൺസ് ഉണ്ടാവും. നമ്മൾ ഡിപ്പെൻഡ് ആവും. നമുക്ക് എന്ത് സങ്കടം വന്നു കഴിഞ്ഞാൽ ഒരാളടുത്ത് പറയണം തോന്നിക്കഴിഞ്ഞാൽ പോയി പറയാം. അവിടെ നിങ്ങളെ ഈഗോനെ മാറ്റി വെക്കുന്നത് നിങ്ങളെ സെൽഫിനെ ഒരു പക്ഷെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവും. സെൽഫിനെ റെസ്പെക്ട് ചെയ്യാൻ മീൻസ് നിങ്ങൾ അവരുടെ പ്രശ്നം അത് നിങ്ങളെ സെൽഫിന്റെ ബർത്ത് ആണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ സെൽഫ് മോശമായതുകൊണ്ടല്ല അവർ പോയി കണക്ട് ചെയ്യുന്നത്. അവരിൽ സഹായം സ്വീകരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് വരുന്നത്. ഇതുപോലെ മനുഷ്യൻ ഇങ്ങനെ നമ്മൾ കുറച്ച് മനുഷ്യർ 2-3 കഥകളൊക്കെ പറഞ്ഞ സമയത്ത് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിങ്ങനെ പറഞ്ഞുപോയി. അൺകണ്ടീഷണൽ ആയിട്ട് മനുഷ്യർ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനുഷ്യന്മാരായിട്ട് കണക്ട് ചെയ്യാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്രീഷിയേറ്റ് അതേഴ്സ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. എന്റെ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ നമ്മള് ജീവിത യന്ത്രം എന്നൊക്കെ പറയൂലേ, അതായിട്ട് ഞാൻ കൊണ്ടെടുക്കുന്ന സാധനമാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ പിന്നിലും ആ ഒരു റീസൺ ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മൈൻഡ് ലിഫ്റ്റിൽ മെസ്സേജ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നല്ലേ, അതിൽ ഞാൻ ഷെയർ ചെയ്ത മെസ്സേജ് ഇതായിരുന്നു, അപ്രീഷിയേറ്റ് അതേഴ്സ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുക. അതൊരിക്കലും അവര് ഏറ്റവും അടിപൊളിയാക്കാനും മാത്രമല്ല നമ്മളെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കേൾക്കുന്ന ഇഷ്യൂണ് റിലേഷൻഷിപ്പിൽ, അതായത് ഹസ്ബൻഡ് വൈഫ് ആവട്ടെ അല്ലെങ്കിൽ ബോസും എംപ്ലോയി ഉള്ളതാവട്ടെ, ഈഗോന്റെ ക്ലാഷ്. അവൻ എന്നെക്കായ മേലെ പോകാൻ പാടില്ല, ഇവൻ എന്നെക്കായ മേലെ പോകാൻ പാടില്ല എന്നുള്ള സംഭവം. അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾ ഹാബിറ്റ് പറ്റുകയാണെങ്കിൽ ഒരു ഹാബിറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം.
അത് നിങ്ങളെ വീടുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അഫ്സൽ തന്നെ അറിയണ്ടാവും, ഞാൻ എല്ലാവർക്കും അപ്രിഷിയേറ്റ് പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിൾ ആണ്. നമ്മളൊക്കെ എന്നും ഫുഡ് കഴിക്കുന്ന മനുഷ്യന്മാരാണ്. അത് ഉണ്ടാക്കി തരുന്ന ഒരാളുണ്ടാവും വീട്ടില്, ഉമ്മയാവാം, വൈഫാവാം, സിസ്റ്റർ ആവാം. അവരെടുത്ത് ആ ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയാ, ഈ ഫുഡ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. അത് അവർക്ക് കൊടുക്കുന്ന അപ്രിസിയേഷൻ ആണ്. എക്സാമിന് ഫുൾ A+ ആരെങ്കിലും കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് പോയി കൺഗ്രാറ്റുലേഷൻ പറയുന്നത് മാത്രമല്ല അപ്രിസിയേഷന്. നിങ്ങൾക്ക് ഒരാളുടെ ഒരു നന്മ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ പോയി എടുത്തു പറയാൻ വേണ്ടി ശ്രമിക്കുക. അത് അപ്രിസിയേഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. നമ്മൾ പാരന്റിങ്ങിലോ പോലെ പറയും, പലരും പറയുന്ന കാര്യമാണിത്. നമ്മളെ മക്കൾ എന്ത് ചെറുത് ചെയ്തു കഴിഞ്ഞാലും അവർ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ അപ്രിസിയേഷൻ എന്റെ ലൈഫിലേക്ക് പഠിപ്പിച്ചിട്ടുള്ളത് 8ാം ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, CK അഹമ്മദ് കുട്ടി സർ എന്ന് പറയും. സർ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ട്. അവരൊരു കഥ പറഞ്ഞു. SLC വാല്യുവേഷന് വേണ്ടി ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു, UAE പോയിട്ടായിരുന്നു. ആ സമയത്ത് അവിടെ 12 ദിവസം അങ്ങനെ എന്താണ് വാല്യുവേഷൻ ഇല്ല. ലാസ്റ്റ് ദിവസം ഗൾഫിലുള്ള കേരള സ്കൂളിന്റെ ഹെഡ് വീട്ടിലൊരു സൽക്കാരം വെച്ചു. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ സേറ് സൽക്കാരം വെച്ച സേർ അടുത്ത് പറഞ്ഞു, ഭക്ഷണം നന്നായിരുന്നു കേട്ടോന്ന്. അപ്പൊ ആ സേര് പറഞ്ഞു, ഇത് ഇന്റെ അടുത്തല്ല പറയുന്നത്, വൈഫാണ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടില്ല, അത് വൈഫിന്റെ അടുത്ത് പോയി പറയുമെന്ന് സേർ ആളോട് പറഞ്ഞു. അങ്ങനെ സേറ് പറഞ്ഞു, എന്റെ ലൈഫിൽ ഒരു വലിയ മനുഷ്യൻ ചെറിയൊരു കാര്യത്തിലൂടെ എന്നെ പഠിപ്പിച്ച വലിയൊരു സംഭവമായിരുന്നു അത്. ഞാൻ അന്ന് ആ കിച്ചണിൽ പോയി ആളെ വൈഫിനെ കണ്ട് പറഞ്ഞത് ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. ആ സംഭവം ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ശ്രമിക്കലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ആ ഒരു സമയത്ത് അതായിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ കാര്യങ്ങളൊന്നും അറിയില്ല, 8ാം ക്ലാസ്സിലല്ലേ. ഫുഡൊക്കെ ഇഷ്ടമായാലും ഞാൻ അവരുടെ അടുത്ത് പോയി പറയൂ. അത് നമ്മൾ പറയല്ലോ, മലാല യൂസുഫ്സായി പറഞ്ഞ കോട്ടാന്ന് തോന്നുന്നു, 1 ടീച്ചർ 1 പെൻ 1 ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ്. അത് സത്യമാണ്. ആ അധ്യാപകന് ഇന്നും എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു അധ്യാപകന് ആയിട്ട് മെസ്സേജ് പാസ് ചെയ്ത ഒരാളെ ഞാൻ ഓർക്കുന്നത്. എന്നും ഓർക്കുന്ന ഒരു അധ്യാപകനൊന്നുമല്ല ഞാൻ, പക്ഷെ ആൾ പാസ് ചെയ്ത ഒരു മെസ്സേജ് ഇന്ന് സെഷൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണോ ഇല്ലോ എന്ന് തോന്നിയപ്പോ ഞാൻ എടുത്തൊരു ഇൻസിഡന്റ് ആയിരുന്നു അത്. എന്റെ ലൈഫിലേക്ക് എങ്ങനെ വന്നു എന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്ത് പറഞ്ഞത്, നിങ്ങൾ നല്ല നല്ല മെസ്സേജുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആർക്കാണെങ്കിലും നമ്മളെ മുന്നിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാവും, അപ്പൊ അവർക്ക് നമ്മൾ നല്ല എക്സാമ്പിൾ ആവാൻ വേണ്ടി ശ്രമിക്കാം. പാരന്റെങ്കിലും ഈ ഒരു കാര്യം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മക്കളോടുള്ള ബോണ്ട് ശരിയാവാൻ വേണ്ടി പറ്റും. നമ്മളെ ബോബി എക്സിന് ഈ അടുത്തൊരു വീഡിയോ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഏത് പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളെ മക്കള് നിങ്ങളെ കാര്യം ചുവട്ടിലേക്ക്, അമ്മേ അല്ലെങ്കിൽ അച്ഛ ഇനി ഞാൻ ഈ ഒരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് ഓടി വരാൻ പാകത്തിലേക്ക് നമ്മൾ പാകപ്പെടണമെന്നില്ല. നമ്മളെ മക്കളെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരെ ലൈഫിൽ ഇമ്പാക്ട്, അവർക്കും എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് തുടങ്ങാതെ പിന്നീട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങളെ കൊളീഗ്സ് ആരെങ്കിലും ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ ബോസിന്റെ അടുത്തുള്ളാണെങ്കിലും ആരതിൽ നന്മ കണ്ടു കഴിഞ്ഞാലും അപ്രിഷിയേറ്റ് ചെയ്യുക. അത് ഏത് റിലേഷൻ നോക്കണ്ട, നിങ്ങളെ സെൽഫിനെ അടിപൊളിയാക്കാനുള്ളതാണത്. ഫസ്റ്റ് തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് വരില്ല. ഓൻ ചെയ്ത വർക്കിനെ പോയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ സത്യസന്ധമായി പറയാൻ ഫസ്റ്റ് മനസ്സിൽ നിന്ന് വരില്ല, ഒരിക്കലും വരില്ല. കാരണം നമ്മളെ ഉള്ളിൽ വരും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയണോ എന്നൊക്കെ വരും. പക്ഷെ ആ ഒരു ഈഗോനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാൻ ഇപ്പൊ പോലെ നമ്മളെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലുണ്ടാവും നല്ല വർക്കുകൾ ചെയ്യുന്നവര്, ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ എന്തെങ്കിലും എഴുതുന്നവരുണ്ടാവും, അതുപോലെ പാട്ട് പാടുന്നവരുണ്ടാവും. അവരിലൊക്കെ നിങ്ങൾക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് പറയാം, ഈ വർക്ക് രസമുണ്ട് കേട്ടോ, ഇത് അടിപൊളിയാണ് കേട്ടോ. അത് അവർക്ക് കൊടുക്കുന്ന അപ്രിസിയേഷൻ ആണ്. അല്ലാതെ ഓൾ ദ ബെസ്റ്റും കൺഗ്രാജുലേഷനും അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്കും അത് മാത്രമൊന്നല്ല അപ്രിസിയേഷൻ. നമുക്ക് ആർക്കോ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ തെറ്റിച്ചൊരു തിയറിയാണത്. ഈ ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു കഴിഞ്ഞാലാണ് അടിപൊളി ആവാന്നുള്ളത്. അപ്പൊ അതിലൊരു പാർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കുറേ കഥകളായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യന്മാർ ഇൻസിഡന്റ് ഞാൻ കൂടുതൽ അതിനോട് കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പുസ്തകങ്ങളുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണത്. ഒരു മിനിറ്റ്. നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. ചെറിയൊരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയി സംസാരിച്ചിങ്ങനെ ബുദ്ധിമുട്ടൊന്നാണ്, സോറി. അപ്പൊ അൺകണ്ടീഷണൽ ആയിട്ട് മറ്റു മനുഷ്യന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണത്. ഇതുപോലെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മളെ കുറെ പഠിച്ച നബിതങ്ങൾ പറഞ്ഞതാണെന്ന് എന്റെ ഓർമ്മ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള നിങ്ങളോട് കരുണ കാണിക്കും. അത് വേറൊരു കോലത്തിൽ നമ്മൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ ഭൂമിയിൽ ഒരാളുടെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പ്രയാസത്തെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പടച്ചവൻ നിങ്ങളുടെ പ്രയാസത്തെ മാറ്റി കൊടുക്കുന്നില്ലത്. മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മിനിറ്റ്. ഞാൻ കണ്ടിന്യൂസ് ആയി സംസാരിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായി വന്നതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സോറി എല്ലായിടത്തും. അപ്പൊ മറ്റുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ടീനേജേഴ്സിലും ഏത് ഏജിലും പരാതി പറയുന്ന ഒരു സംഭവമാണ് നമ്മളെ ലൈഫിലേക്ക് ഈ കാര്യമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ, എനിക്കതെന്താ, എന്റെ വാപ്പന്റെ ഉമ്മന്റെ ജോലി ഇങ്ങനെയാണല്ലോ. ഞാൻ ഇപ്പൊ ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറി എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ചില കാര്യങ്ങൾ പടച്ചോന് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയുടെ അത് വേറെ മനുഷ്യരിലൂടെ എത്തിക്കുന്നില്ല. ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു തിയറിയാണ്, ചില കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ ലൈഫിലേക്ക് ഇത് എത്തിക്കും പടച്ചോന്. ഇപ്പൊ നിങ്ങളൊന്ന് കാത്തിരിക്കുക, ഏത് സിറ്റുവേഷനിലാണെങ്കിലും. പടച്ചോൻ ആരടുത്തും പറഞ്ഞിട്ടില്ല നിങ്ങളെ സിറ്റുവേഷൻ എല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ മോശം അവസ്ഥയിലായിരിക്കും പറഞ്ഞിട്ടില്ല. ഈ ഒരു സെന്റൻസ് ഞാൻ എന്റെ ഉമ്മന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിറ്റുവേഷൻ വീണ്ടും പറയുകയാണെങ്കിൽ 2 വർഷം ആവാറായി ഒരു കഥാണ്ട്. എന്റെ ഉപ്പാക്ക് വയ്യാതായിട്ടുണ്ടായിരുന്നു. ആള് പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാതെ പ്രവാസിയായിരുന്നു. ഗൾഫിൽ നാട്ടിൽ നിന്ന് പോയതാണ് ഗൾഫിലോട്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ പോയി പെട്ടെന്ന് തന്നെ ജോബ് ശരിയായി. അങ്ങനെ ജോലിക്ക് പോയ ഫസ്റ്റ് ദിവസം ആളവിടുന്ന് തല ഇറങ്ങി വീഴുന്നു. എന്താ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. എന്താ പറ്റിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല, എന്തുകൊണ്ടാണ് ഉപ്പാക്ക് അത് പറ്റിയെന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലില് 18 ദിവസത്തിലധികം കിടന്നിട്ടുണ്ടായിരുന്നു. അതില് 7 or 8 ദിവസം ബോധമില്ലാതായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ബോധം വന്നതിന് ശേഷം റൂമൊക്കെ മാറ്റിയതിനു ശേഷം ഇപ്പൊ കാര്യം തിരിച്ചറിയില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ആരാ പറയാൻ കിട്ടൂല. ഞാൻ ഉപ്പാന്റെ മോളാന്ന് ഉപ്പാക്ക് തിരിച്ചറിയാൻ പറ്റൂലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി പോകുന്നതിന് പുറം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും ഡൗൺ ആയ ഒരു സമയമായിരുന്നു. കാരണം നമ്മളെ നാട്ടിലല്ലേ, നമ്മൾ ഉപ്പനെ കാണുന്നില്ല. ആരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്കറിയുള്ളൂ ഉപ്പാന്റെ കണ്ടീഷൻ എങ്ങനെയാണ്. ഉമ്മ കുറെ കരയില് നമ്മളെല്ലാരും കരയായിരുന്നു. കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ സ്റ്റക്ക് ആയിരുന്നു സത്യം പറഞ്ഞ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ഈ ഒരു അവസ്ഥനെ സ്വീകരിക്കണം എന്നറിയാം, പക്ഷെ എങ്ങനെയാ അന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ആ ഒരു സമയത്ത് വീട്ടിൽ പലരും വരും, പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻ, ഉപ്പാന്റെ അവസ്ഥ എങ്ങനെയാണ്, ഡോക്ടർമാർ എങ്ങനെയാണ് പറയുന്നത്, എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ ഉപ്പാന്റെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ഉപ്പാന്റെ കാര്യങ്ങൾ ചെയ്തിപ്പോ നമ്മള് ഷോപ്പിൽ പോകുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിന്റെ ഇടയ്ക്ക് വീട്ടിൽ പലരും ഒന്ന് പറയുന്ന സമയത്ത് ഞാൻ അമ്മേന്റെ അടുത്ത് അത് ചോദിച്ചിരുന്നത്, നിങ്ങളുടെ അടുത്ത് ആരാണ് അമ്മ പറഞ്ഞത് നമ്മളിപ്പോ തിരിച്ചു വരൂലെന്ന്, നമ്മളിപ്പോ ഇനി ജോലി ചെയ്യൂല, നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞത്, ഒക്കെ ആളെ കാണിച്ചാട്ടി. ഞാൻ അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു നോർമൽ ടാഗിലല്ല, അത്യാവശ്യം നല്ല ശബ്ദം ഒന്ന് സ്ട്രോങ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഏത് വ്യക്തിയാണ്. നമുക്ക് അങ്ങനെ ഒരാളെ ജീവിതം വിധി എഴുതാൻ വേണ്ടി പറ്റൂല. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്കതിനുള്ള കഴിവില്ല. അതിന് മേലെ ഒരാള് ക്രിയേറ്റർ ജയിക്കുന്നുണ്ട്. ഈ പടച്ചോനല്ല, ഇവിടെ ഇസ്ലാം മതത്തിൽ അല്ലാത്തവരല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് മൊത്തം സൃഷ്ടിക്കുന്ന ഒരാൾക്ക് അതവിടെ ഒരാൾ ആക്കുന്നുണ്ട്. നമ്മൾ ആരുടെ വിധി എഴുതുന്നില്ല. അപ്പൊ നിങ്ങൾ ചില സിറ്റുവേഷൻ കൂടെ പോകുന്നവരുണ്ടാവും, പല ബുദ്ധിമുട്ടുകളായിരിക്കും. അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഒന്ന് വീഴാതെ തട്ടിമുട്ടാതെ ചില മനുഷ്യരോട് നിങ്ങൾ വിഷമങ്ങൾ പറഞ്ഞിട്ടോ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഏറ്റവും നല്ല ഹൈറായിരിക്കും. ഇന്നമായാലും യുസ്ര എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് കാത്തിരിക്കുക. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഇത്രയും കോടി മനുഷ്യരുടെ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ ക്രിയേറ്റർ ആണെന്നുള്ളതാണല്ലോ. ആ ക്രിയേറ്റർക്ക് നമ്മൾ ഈ ഒരു പ്രശ്നം എന്നുള്ളത് വളരെ കുഞ്ഞ കാര്യമാണ്. ഒരു നിമിഷം കൊണ്ട് മാജിക് കാണിക്കാൻ പറ്റുന്നവനാണ് ക്രിയേറ്റർ എന്നില്ല. നമ്മൾ മനുഷ്യർക്കാണ് ലിമിറ്റേഷൻസ് ഇല്ല എന്ന് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ക്രിയേറ്ററുടെ പവറിനെ നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞു കഴിഞ്ഞാല് അതിന് ആ പവറിന് അറിയുന്ന മുന്നേ ഞങ്ങൾ ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് എന്റെ വീട്ടില് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹങ്ങളാണ്, പുറത്തു പോകണം, ട്രിപ്പ് പോകണം. അങ്ങനെ ഉപ്പ പ്രവാസി കൊണ്ട് പോസിബിൾ ആവില്ല. കാക്ക ചെറുതുമാണ്. മാഷാഅല്ലാ, എനിക്ക് കാക്കനെ പോലെ തന്നെ കിട്ടിയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് സിസ്റ്റേഴ്സിന്റെ ഹസ്ബൻഡ് എന്ന് പറയും. വലിയ താത്തന്റെ ഹസ്ബൻഡ് ആയാലും ചെറിയ താത്തന്റെ ഹസ്ബൻഡ് ആയാലും ഞാൻ അവരെ കൂടെ നല്ല പുറത്തു പോകാറുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളും എന്റെ ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നിട്ടുള്ള അവരാണ്. ചെറിയ പ്രായത്തില് എല്ലാ സിസ്റ്റേഴ്സും അങ്ങനെ ആയിരിക്കും. എന്റെ രണ്ട് താത്താരും അവരെന്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലും, പുതിയ ഫുഡ് ആവട്ടെ, വേറെ എന്ത് കാര്യമാവട്ടെ,
അവർ എന്നത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനിയിപ്പോ ഉമ്മയും ഇപ്പം സമ്മതിച്ചില്ലെങ്കിലും എന്നെ എങ്ങനെയെങ്കിലും എല്ലാ താത്താരും അങ്ങനെ ആയിരിക്കും. ഞാൻ എന്റെ സ്വാർത്ഥത കാരണം അവരെ കുറച്ച് പൊക്കി പറയാന്നല്ല, അത് എന്റെ ലൈഫിൽ ഇപ്പൊ മനസ്സിലാക്കുന്നതാണത്. ഇപ്പൊ അവരുടെ കൂടെ യാത്രകൾ പോകുന്നുണ്ട്, അതല്ലാതെ പോകുന്നുണ്ട്. നിങ്ങളൊന്ന് കാത്തിരിക്കുക, ചില മനുഷ്യരിലൂടെ ആയിരിക്കാം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വേറെ അഫ്സൽ സാർ കണക്ട് ചെയ്തിട്ട് ഈ സ്റ്റോറി എനിക്ക് കണക്ട് ആയി പറയാൻ പറ്റും. ചില മനുഷ്യരിലൂടെ നമുക്ക് ചിലത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അത് നമ്മളൊന്ന് കാത്തിരിക്കണം. ഈ ഒരു അവസ്ഥനെ മനസ്സിലാക്കിയിട്ട് ഇവിടെ കാത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. താത്തന്റെ ഹസ്ബൻഡ്മാരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങള് അവര് ഏറ്റവും ബോണ്ട് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ടോ അപ്രീസിയേഷന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിരുന്നതല്ല. പക്ഷെ എപ്പോഴിങ്ങനെ ഓർക്കുന്ന സമയത്താണ് അൽഹംദുലില്ലാ പഠിച്ചവൻ ആഗ്രഹിച്ചതൊക്കെയാണ് എന്റെ ലൈഫിലേക്ക് തന്നിട്ടില്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഈ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ആയിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റോറികളായിട്ടോ ആയിട്ടുള്ള ഒക്കെ. ഇനി ഒരു കഥയും കൂടെ പറയാം. കഥയിൽ ഞാൻ ഈ പറഞ്ഞ അനൂപ് സേര് നാളൊരു സെഷനിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഒരു ഓഫീസ് ഉണ്ട്, അവിടെ ഇന്നൊരു മാനേജർ ടേബിളിൽ അവിടെ ഓഫീസിലുള്ള എംപ്ലോയി വന്നിട്ട് ഒരു പൂ വെക്കുമായിരുന്നു. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, എന്നോ വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പൂ വെച്ചു, പക്ഷെ ആ പൂ കുറച്ച് വാടിയിട്ടുണ്ട്. അപ്പൊ ഈ മാനേജർ എംപ്ലോയിയുടെ അടുത്ത് ചോദിച്ചു, എന്താ പറ്റി, പൂ വാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ എംപ്ലോയിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ വിചാരിച്ച് മാനേജർ എന്നോടുള്ള ദേഷ്യം വേറെ എന്തെങ്കിലും രൂപത്തിൽ പറഞ്ഞതാണോ എന്നുള്ള രീതിക്ക് പറഞ്ഞുപോയി. അങ്ങനെ ആൾ ആ വിഷമത്തിലാണ് നേരെ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈഫ് എന്നും ഡോറ് തുറന്നെടുത്ത് ചായ കൊടുക്കാറുണ്ട്. അതുപോലെ ആ ചായനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ വരികയാണ്. വൈഫ് നേരെ ചായ നീട്ടിയ സമയത്ത് ആൾ ആ ചായ ഒറ്റ തട്ടായിരുന്നു. ആക്കുള്ള ഈ മാനേജർ പറഞ്ഞ പ്രഷർമലാണ് ആളല്ലേ, എന്നാലും മാനേജർ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ വൈഫ് കൊടുത്ത സാധനം തട്ടിന്റെ പേരിൽ വൈഫിനും സ്ട്രെസ് കയറി. ഇതൊരു നേരെ അതിന്റെ ഇടയിൽ മക്കളുണ്ട് ഇവർക്ക്. ആ ഒരു മകള് അമ്മയെ സ്കൂളിലത്തെ ഹോംവർക്ക് ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ കുട്ടീനെ അടുത്തും പറഞ്ഞു, പോയി അച്ഛനോട് ചോദിക്കേ, അച്ഛന് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ഇങ്ങനെ മൂന്നാള് മാറുമായിരുന്നു. അങ്ങനെ ഈ കുട്ടി അവിടെ ഇരിക്കുന്ന പല സാധനങ്ങളുണ്ട്. കുട്ടിക്കും ദേഷ്യം കയറി. നമ്മള് കുട്ടികളെ അടുത്ത് പറയല്ലോ, ഇത് കഥയിലാണെങ്കിലും റിയലിലാണെങ്കിലും ചില മക്കള് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിയൊന്നില്ല. കുട്ടി എറിഞ്ഞു, അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, ആ പൂച്ച ചാവുമായിരുന്നു. കഥയിലേക്ക് നമ്മൾ എങ്ങനെ വരുമ്പോ ആ പൂച്ചനെ കൊന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാല് കുട്ടി എറിഞ്ഞ ആ കത്തിയായിരുന്നോ, കുട്ടിയായിരുന്നോ, കുട്ടിയോട് ദേഷ്യം കാണിച്ച അമ്മയായിരുന്നോ, അമ്മനോട് ദേഷ്യം കാണിച്ച അച്ഛനായിരുന്നോ, അച്ഛനോട് ദേഷ്യം കാണിച്ച മാനേജറായിരുന്നോ, ടേബിളിൽ വെച്ച പൂവായിരുന്നോ? ഇതൊന്നുമല്ല. നമ്മൾ ആലോചിച്ച് നോക്കാം, അവിടെ എല്ലാവർക്കും ഒരു സ്ട്രെസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനാരും മാനേജ് ചെയ്യാൻ വേണ്ടി പഠിച്ചില്ല. എല്ലാവരും ഈ സ്ട്രെസ്സിനെ പാസ് ചെയ്യായിരുന്നു. ഞാൻ നിങ്ങളിലേക്ക് തന്നു, അവരവരെ കണക്ട് ചെയ്ത് പോവായിരുന്നു. പലപ്പോഴും നമ്മളെ മക്കളെടുത്ത് വരുന്ന ദേഷ്യത്തിന്റെ കാരണം തന്നെയാണ് വരുന്നത്. അവര് ചെയ്തത് ചിലപ്പം അവരെന്തെങ്കിലും വികൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കില്ല നമ്മളെ പ്രശ്നം. നമ്മളെ മുന്നേ എന്തൊക്കെയോ ഉണ്ടായിരുന്ന പ്രശ്നങ്ങള് നമ്മൾ ഈ കുട്ടി കാണിച്ചതിന് പോലെ കുട്ടിന്റെ മേത്ത പ്രതികാരം കൊടുത്ത് തീർക്കുകയാണ്. ചിലപ്പോൾ അത് അടിയുടെ രൂപത്തിലാവാം, ചിലപ്പോൾ അത് വായക്കൂടെ വരുന്ന പല തരത്തിലുള്ള അമേസിംഗ് ആയിട്ടുള്ള വാക്കുകളുടെ രൂപത്തിലാവാം. അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നപ്പോഴത്തേക്ക് നമ്മളെ പ്രശ്നമാണ് പലപ്പോഴും കുട്ടികളിലേക്ക് നമ്മൾ ചൂടാളായിട്ട് മാറുന്നത്. നമ്മൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് കുട്ടീനോട് ദേഷ്യപ്പെട്ടതിന്റെ പിറകില് കുട്ടി കാണിച്ചത് മാത്രമായിരുന്നോ? കുട്ടി ഒന്ന് ചായ തട്ടിമറിച്ചതായിരുന്നോ കുട്ടീനോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം? അതൊരു പക്ഷേ ഹസ്ബൻഡിനോടുള്ള ദേഷ്യമോ, വീട്ടിലെ അമ്മായിമ്മനോടുള്ള ദേഷ്യമോ, നാത്തുവിനോടുള്ള ദേഷ്യമോ ആയിരിക്കാം കുട്ടി ചായ കളഞ്ഞതിന്റെ പുറത്ത് തീർത്തത്. ഓ, നമ്മളെ സെൽഫിനെ പരിഗണിക്കാത്തത്. ഇപ്പം പലരും പറയും ഞാൻ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ജീവിക്കണം, ശരിയാണ്. പക്ഷെ കുറച്ച് സമയം നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാന്, നിങ്ങളെ മാനേജ് ചെയ്തില്ല എങ്കിൽ അത് നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന കുറെ മനുഷ്യന്മാരെ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മളെ സ്ട്രെസ് മാനേജ് ചെയ്യാത്തതിന്റെ, നമ്മളെ സെൽഫിനെ പരിഗണിക്കാത്തതിന്റെ, നമ്മളെ സെൽഫിനോട് വാല്യൂ കാണിക്കാത്തതിന്റെയും ഇരകള്, വിക്ടിംസ്, അതിന്റെ ആഫ്റ്റർ റിസൾട്ട് നമ്മളെ മക്കള്, നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരായിരിക്കും. നമ്മൾ പറയലുണ്ട് നമ്മളെ മൈൻഡ് പവറിലൊക്കെ, നിങ്ങൾ ഒരാൾ മാറിക്കഴിഞ്ഞാല് നമ്മളെ ചുറ്റുള്ള സിറ്റുവേഷൻ മൊത്തം മാറുന്നില്ല. അപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യാനും കൂടെ പഠിക്കേണ്ടതുണ്ട്. കൺട്രോൾ ചെയ്യാൻ മീൻസ് നമ്മളെ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും പലരും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോ മക്കൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കും. അത് പൂർണ്ണ സന്തോഷത്തോടാവില്ല. പിന്നെ എന്തെങ്കിലും വിഷയം വരുമ്പോ എന്നെ പറയും, ഞാൻ എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ലായിരുന്നോ, ഇങ്ങനെ ചെയ്തു തന്നിട്ടില്ല, എന്താ ഇപ്പൊ ഉണ്ടായേ, എന്നിട്ട് എന്തായി എന്നോട് കാണിച്ച്, അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ സെൽഫിനും ഒന്ന് ടൈം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്, നമ്മൾ ഏറ്റവും എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടുള്ള, സന്തോഷമായിട്ടുള്ള ജീവിതമാണ്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ സെൽഫിനെ റിയലൈസ് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് ഞാൻ മുന്നേ പറഞ്ഞു പോയത്. നമ്മളെ സെൽഫിന് ഓക്കെ ഒക്കെയുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന മനുഷ്യരാകുമ്പോൾ നിങ്ങളെ മൈൻഡ് പോസിറ്റീവിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മനുഷ്യരാകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ആവുകയാണ്. ഇതിന്റെ ഒക്കെ പറഞ്ഞതിന്റെ ആകെ തുക നമ്മളെ സെൽഫിനെ ഓക്കെ ആക്കുന്നത് മറ്റുള്ള മനുഷ്യരെയും ബാധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും കൂടെ ആയിരുന്നു. നമുക്ക് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കലുണ്ട്, നമ്മൾ എന്നും തീരുമാനം എടുക്കും, ഇന്ന് നന്നാവാ നാളെ നന്നാവാ. ഇപ്പോ ഒരു പുസ്തകം വായിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ റീലും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫോൺ ഓഫ് ആക്കും. അല്ലെങ്കിൽ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസും കൂടെ നോക്കി ഇയാൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇപ്പൊ ഫോൺ ഓഫ് ആക്കും. പക്ഷെ അത് നടക്കലില്ല. പലപ്പോഴും അറിയാതെ അടുത്ത ആൾക്ക് മെസ്സേജ് പോകും. അവളെ ഉമ്മമാരെടുത്ത് ഈ തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ അത് ട്രാക്കിലാവും തോന്നലുണ്ട്. കാരണം ഉമ്മമാരാണ് പലപ്പോഴും പല കാര്യത്തിനും വേണ്ടി നമ്മളെ നിർബന്ധിക്കല്. അത് ചെയ്തൊക്കെ ഇത് ചെയ്തൊക്കെ എന്നില്ല. അപ്പൊ അത് ഉമ്മമാരടുത്ത് നിങ്ങൾ അറിയിക്കണമെങ്കിൽ നിങ്ങൾ സെൽഫിനൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് തീരുമാനം എടുക്കാനായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക ഓരോരുത്തരും. നമ്മളെ ഏറ്റവും നല്ല തീരുമാനം എടുക്കുന്നത് വീണ്ടും പറഞ്ഞ പോലെ നമ്മളെ ഏറ്റവും അടിപൊളിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ്. മിസ്ന, കണ്ടിന്യൂസ് ടോക്കിൽ എന്തെങ്കിലും ത്രോട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യട്ടോ. ബാക്കി നമുക്ക് കവർ ഇല്ല ചെയ്യാം. ഇല്ല ഇല്ല ഇപ്പൊ കഴിയും. എനിക്ക് തോന്നുന്നു ഒന്നാമത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്മൾ വേറെ ഒറ്റ ടോക്കിൽ പോകുന്നതിന്റെ ഇഷ്യൂവും പിന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ പേടിയും കാരണമായിരിക്കും. പേടി ഉള്ളത് കൊണ്ട് കൂടെ ആയിരിക്കാം. പേടിന്റെ ആവശ്യമില്ല എന്ന് പറയൂ. ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബ്ലോക്ക് വരുന്നത് തോന്നുന്നത്. അടുത്ത സെഷനിൽ ഇൻഷാല്ലാ അതും കൂടെ റെഡിയാക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മളെ സെൽഫിനെ പരിഗണിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. നമ്മളെ സക്സസ് നമുക്ക് കുറേ കാര്യങ്ങൾ വേണം നമ്മൾ പറയുമല്ലോ. ഞാൻ ഈ പറഞ്ഞു വെച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവാന്നെങ്കിൽ നിങ്ങളെ സക്സസ് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ആവട്ടെ, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ശീലമാവട്ടെ, നിങ്ങളെ മക്കളെ പരിഗണിക്കുന്നതാവട്ടെ, നിങ്ങളെ പരിഗണിക്കുന്നതാവട്ടെ. ഇപ്പോ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്റെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ ഉസ്നാനിസൊക്കെ എപ്പോഴും പറയലുണ്ട്, നിങ്ങളെ മക്കൾ ഇങ്ങനെ തന്നെ ആവണമായിരുന്നു, നിങ്ങളെ സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെ ആവണമായിരുന്നു, നിങ്ങളെ ഹസ്ബൻഡുകൾ ഇങ്ങനെ തന്നെ ആവണമായിരുന്നു. നിങ്ങളെ കഥ എഴുതണമെങ്കിൽ, നിങ്ങളെ വിജയം ഇങ്ങനെ ആവണമെങ്കിൽ, യുണീക്ക് ആയിട്ടുള്ള ഒരു പെയിൻ ആവണ്ടെന്നു നിങ്ങളെ ഇങ്ങനെ ഇവിടെ ആക്കിയിരിക്കണമെങ്കിൽ, നിങ്ങളെ ഓരോരുത്തർക്കും ഓരോ വേദനകൾ തരുന്നതിന്റെ പിറകിൽ ഒരു റീസൺ ഉണ്ടാവും. നമ്മൾ പറയല്ലോ, അത് നിങ്ങളെ സക്സസിലേക്ക് നിങ്ങളെ ഇങ്ങനെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ പേഴ്സണാലിറ്റി ഓരോ തരത്തിലാവുന്നല്ലേ പറയാ. ഈ വേദനക്കൂടെ ഒക്കെ കടന്നു പോയിട്ട് വേണം സക്സസ് കിട്ടാന്. നമ്മളെ ഗർഭം 9 മാസം ആക്കിയതിന്റെ പിറകിലും ആള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. നമുക്കൊരു പക്ഷേ 3 മാസം കൊണ്ട് കുട്ടീനെ തന്നെ നമുക്ക് ആ കുട്ടീനെ മാനേജ് ചെയ്യാൻ ഒരു പക്ഷെ അറിയില്ലായിരിക്കും. ഈ 9 മാസത്തിലൂടെ ആ ഒരു ജേണിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യപ്പെടുകയാണ്. ആ ഒരു എൻഡ് ഓഫ് ദ റിസൾട്ട്, നമ്മളെ ജീനിന്റെ റിസൾട്ട് ആയിട്ടുള്ള കുട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 9 മാസം എന്നുള്ള ഡ്യൂറേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ വിജയത്തിലേക്കും നമ്മളെ പാകപ്പെടുത്തുകയാണ്. നമുക്ക് ആ ഒരു പോസ്റ്റിൽ എത്തുമ്പോൾ ആവശ്യമുള്ള ചില ക്വാളിറ്റീസ് ഉണ്ടാവും. ആ ക്വാളിറ്റീസ് ആണ് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. ഒരു പക്ഷെ ഇത്രയുള്ള കുറഞ്ഞ സമയങ്ങളിലൂടെ ചില വേദനകളായിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു സ്ട്രഗിൾസിനെ അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ പാർട്ട് എപ്പോഴും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർക്ക് സക്സസുകൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഒന്നിരുന്ന് ആലോചിക്കുക, ഞാൻ പോകുന്ന വഴികളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, മനുഷ്യരുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടോ, അതൊക്കെ റൂട്ട് കോസുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില സാധനങ്ങള്, ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീഷിയേറ്റ് അതേഴ്സ്, നിങ്ങളെ മക്കളെടുത്ത് നിങ്ങൾ കഴിഞ്ഞാവ്, നിങ്ങളെ സെൽഫ് നിങ്ങൾ പരിഗണിക്കുക, നിങ്ങളെ വിജയം നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇത്രയേ ഉള്ളൂ വിജയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ആ തറവാട്ടിൽ പറഞ്ഞ കുട്ടിക്ക് മാത്രം കൊടുക്കുന്നതല്ല പഠിച്ചോനെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് അത് ആ ഒരു പ്രിവിലേജ് ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്നതല്ല. ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് റിസൾട്ട് കിട്ടും. ചില സമയങ്ങൾ എടുക്കാം. ചിലർക്ക് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ചില സമയങ്ങൾ എടുക്കും. കിട്ടും എന്നുള്ള വിശ്വാസത്തില്ല. ആ ഒരു വിശ്വാസം കിട്ടാനും കൂടെ നിങ്ങളെടുത്ത് പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട്. അതുപോലെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്തും അതുപോലെ നമ്മൾ അനസ്ക് എപ്പോഴും പറയലുണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നമ്മളെ ജീവിതത്തിലൊരു എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. നമ്മൾ മരിക്കുന്ന സമയത്ത് ഏത് മനുഷ്യനായിരിക്കും കരയാം? നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ ബാക്കിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളിൽ ബാക്കിയാവാന് കുറേ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അവർക്ക് 2 കോടി രൂപ ഒന്നും കൊടുക്കേണ്ടതില്ല, 2 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഹൃദയത്തിൽ സ്ഥാനം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയാവും. വളരെ ചെറിയ കാര്യങ്ങൾ മതിയാവും. അവർക്കൊന്ന് സമയം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ
അവരൊന്ന് പരിഗണിച്ചു എന്നുള്ളതായിരിക്കും. നമ്മൾ പരിഗണിക്കുക എന്ന് പറയുന്ന സമയത്ത് കുട്ടികളെ എടുത്തുന്ന ഒരു പഠിക്കേണ്ട ക്വാളിറ്റിയാണത്. നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കുട്ടികൾ കളിക്കുന്ന ഒരു ഗാങ്ങിലാണെങ്കിൽ അവിടുത്തെ ഒരു പുതിയ കുട്ടി വന്നു കഴിഞ്ഞാൽ അവർ ആ കുട്ടീന്റെ കളറോ ആ കുട്ടീന്റെ പാരന്റ്സ് ആരാന്നോ ഒന്നും അവർ നോക്കൂല. ആ കുട്ടീനെ അവരുടെ കൂടെ കളിക്കാൻ കൂട്ടുകയാണ്, പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ നമ്മളെ കൂടെയുള്ള മനുഷ്യർ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ അവരെ പരിഗണിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സക്സസ്സുകൾ ക്രിയേറ്റ് ആവും. നമുക്ക് വേണ്ടി കരയാൻ ആ ഒരു മനുഷ്യനെങ്കിലും ബാക്കിയുണ്ടാവും. നമ്മൾ ഇരുന്ന് ഒരുപാട് സമയം എടുത്ത് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണത്. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്നില്ല. PMA പറഞ്ഞിട്ടിട്ടുണ്ട്, ലോകത്ത് ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, സുപ്രീം പൊസിഷൻസ് ഉണ്ട്, ഒരുപാട് ബിസിനസ്മാൻമാരുണ്ട്, വലിയ വലിയ പോസ്റ്റുകളുണ്ട്. പക്ഷെ ഏറ്റവും നല്ല പോസ്റ്റ് രണ്ടെണ്ണമാണ്: ഒരാളുടെ പ്രാർത്ഥനയിൽ ഇടം നേടുക എന്നുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇന്ന ആക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ അത് കാണാൻ വേണ്ടി പറ്റൂല. ഇന്ന ആക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രാർത്ഥന ഇടം നേടാം. ഒരുപക്ഷെ ചില മദ്രസയിൽ അങ്ങനെ എവിടെയെങ്കിലൊക്കെ വിളിച്ചു പറയും, പൈസ തന്നതിന്റെ പേരിൽ പ്രാർത്ഥിക്കും. അതിനപ്പുറത്തേക്ക് ഒരാളുടെ ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥനയിൽ ബാക്കിയാക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടതില്ല. അവരെ സമയത്തിലേക്ക് അവരൊന്ന് പരിഗണിച്ചാൽ മതി, അവരൊന്ന് കേട്ടാൽ മതി. ഞാൻ ഈ പറഞ്ഞ അനൂപ്സിയറില്ല, ആളെടുത്ത് ഞാൻ എന്റെ എല്ലാ സക്സസും പോയിട്ട് ഷെയർ ചെയ്യലുണ്ട്. എന്ത് കാര്യങ്ങളായാലും ഇന്ന് എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ധൈര്യം തരുന്ന ആളാണ്. ആളെ പ്രാർത്ഥനയിൽ ഞാൻ സത്യസന്ധമായി പറയണം, ഓർക്കാറുണ്ട്. അഫിൽസറാവട്ടെ, അവരൊക്കെ തന്നത് അവരെ സമയം നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും മനോഹരമായിട്ട്. അവര് ഒരു പക്ഷെ അവർ കരയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കരയുമായിരിക്കും. അതുപോലെ നമുക്ക് വേണ്ടി കരയുന്ന ഒരു മനുഷ്യനെ ബാക്കിയാക്കണം. അതിന് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരാളെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ബിസികളിലാണെങ്കിലും ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ തീർക്കാനുള്ളതുണ്ട്. അതിനൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും എനിക്ക് എന്നും പരാതികളല്ലേ എന്ന് പറഞ്ഞ് അവരെ തള്ളുന്നതിനപ്പുറത്തേക്ക് അവരെ കുറച്ച് സമയം കേൾക്കാം. ചിലപ്പം നിങ്ങളോട് പറയുന്നത് അവർ ആത്മഹത്യയിൽ നിന്ന് വരെ രക്ഷിക്കാൻ വേണ്ടി കെൽപ്പുണ്ടാവും, നമുക്കറിയൂല. അത് പല ആത്മഹത്യ കേസുകളും ഇങ്ങനെ ഫയൽ ചെയ്ത് വരുമ്പോൾ പറയലുണ്ട്, ലാസ്റ്റ് കോള് ഇന്ന ആൾക്ക് പോയിട്ടുണ്ട്, ആൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നില്ല. അതുപോലെ നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ലാസ്റ്റ് കോൾ ആവുന്നതിനപ്പുറത്തേക്ക് അതിന്റെ മുന്നിലുള്ള ഒരു കോൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. അവരെ പരിഗണിക്കുന്ന, അവരെ കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാർത്ഥനയിൽ നമുക്ക് ഇടം നേടാം. അതുപോലെ കുട്ടികളെ മനസ്സിൽ ഇടം നേടുന്നത് ലോകത്ത് ഏറ്റവും വലിയ സുപ്രീം പൊസിഷൻ ആണെന്ന് പറയാം. നമുക്ക് ഏറ്റവും ഈസി ആയി പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷെ പലർക്കും കഴിയാത്തൊരു കാര്യം കൂടിയാണത്. കാരണം കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കുറെ അറിവുള്ള ആളെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അവരെ ലെവലിലേക്ക് താഴേണ്ടതുണ്ട്. ചിലപ്പം പോയിട്ട് പൊന്നാരെ ചക്കരെ ഒക്കെ വിളിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാ പുറത്തുള്ള എല്ലാ മേൽജോഡികളും വലിച്ചെറിഞ്ഞിട്ട് വേണ്ടിയിരിക്കും കുട്ടികൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ നമ്മളെ പരിഗണന നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഞാൻ താത്തന്റെ കുട്ടികളെ വീട്ടിലുണ്ട്, അവർക്ക് ഞാൻ വരാന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടിൽ വന്ന് ചിലപ്പോ അതൊരു പണിയും കൂടെ ആയി വരലുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ ഉമ്മ സമ്മതിക്കാത്തുണ്ടെങ്കിൽ നമ്മൾ പോയി റെക്കമെൻഡ് ചെയ്യാൻ നോക്കും, നമ്മളെടുത്തിട്ട് വന്നിട്ട് പറയും കാര്യങ്ങള്. അത്രകളാവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുട്ടികളെടുത്ത് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുറെ സ്ട്രെസ്സുകൾ റിലീഫ് ചെയ്യും. പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം കൂടിയാണത്. സ്ട്രെസ് റിലീഫ് ചെയ്യാന്, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാന്, നമുക്ക് കുറെ പോസിറ്റിവിറ്റികൾ കണ്ടെത്താൻ, ക്രിയേറ്റിവിറ്റികൾ കണ്ടെത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കുട്ടികളുമായി കണക്ട് ചെയ്തിരിക്കാന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടീന്റെ മനസ്സിൽ ഇല്ല ഇടം പെടാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത ₹1 മിഠായി മതിയാവും. അത് ഇല്ല പുറത്തുപോയ സമയത്ത് കുട്ടികളടുത്ത്, അതുപോലെ പ്രായമായവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം അവർക്ക് കൊടുക്കുമ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാന്നുള്ളൊരു സെന്റൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നമ്മൾ അവരെ പരിഗണിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയാണ്. പലപ്പോഴും പല വീടുകളിൽ നിന്നും തള്ളപ്പെടുന്ന ഒരു സംഭവമാണ് കുട്ടികള്. ഒരു 10 വയസ്സായിട്ടുള്ള ആളൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ അഭിപ്രായം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇത് പ്രായമായിട്ടില്ല, ജനക്ക് പ്രായമായിട്ടില്ല, ജിതി തീരുമാനം എടുക്കണ്ട. അതേസമയം അവര് കുട്ടികളെ കൂടെ എന്തേ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എന്താ പോയിട്ട് പറയാ, ചിത്ര വലിപ്പയിക്കണില്ലേ, എന്നിട്ട് എന്താ കാട്ടിക്കൂട്ടണേ, എന്താ ഈ കാട്ടിക്കിടിച്ചൊന്ന് നോക്കിയേ. അപ്പൊ ഈ കുട്ടികൾ ശരിക്കും ഒരു കൺഫ്യൂഷൻ, അവരാരും പരിഗണിക്കലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ്. ഒരു സൈഡ് എന്ന് പറയുന്നു ഈ പ്രായമായിട്ടില്ല തീരുമാനം എടുക്കാം, മറ്റു സൈഡ് എന്ന് പറയുന്നു നിനക്കത് എന്താ അറിയൂല, ഇത്ര വയസ്സായിട്ടില്ല എന്നില്ല. അപ്പൊ ഈ പരിഗണന കിട്ടാതെ പോകുന്നൊരു കാറ്റഗറിയാണ് കുട്ടികളും അതുപോലെ പ്രായമായവരും. നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ നമ്മൾ പറയൂ, നിങ്ങൾ ഇതിൽ അഭിപ്രായം പറയണ്ട, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയൂലല്ലോ എന്നുള്ളത്. അപ്പോ അവരെ പരിഗണിക്കുക എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളില് പ്രായമായിട്ട് നമ്മൾ പറയലുണ്ട്, ഒന്ന് ടച്ച് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരെ വിശേഷങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ അവർക്ക് പറയാനുണ്ടാവില്ല, നാട്ടിലത്തെ ഏതെങ്കിലും താത്തക്ക് കുഞ്ഞുണ്ടായതായിരിക്കും, എന്തെങ്കിലും മുടിയൽസിന് പോയ കഥയായിരിക്കും. ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ റിയാസക്കീം സാർ ഒരു ഇപ്പോഴത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് പറയണ്ടേ, ഏതോ ഒരു ബിസിനസ്മാന് രാവിലെ എന്നും 45 മിനിറ്റ് സണ്ട് പ്രായമായിട്ടുള്ള ഉമ്മന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് പോക്ക്. ആ ഒരു വൈബ്രേഷൻ വാങ്ങിയിട്ടാണ് പോവാന്നില്ല. അപ്പോ അത് നമുക്ക് ആൾ എന്നിട്ട് ഡീൽ ചെയ്യുന്നത് ഏറ്റവും നല്ല ബിസിനസ്മാൻ ആയിട്ട്. അതുപോലെ നമ്മളെ യൂസുഫ് അലി സാർ ഞാൻ വായിച്ചിട്ടില്ലാണ്,
ഏകദേശം കറക്റ്റ് മാസത്തിൽ 2 തവണയെങ്കിലും ഉമ്മന്റെ ഉപ്പന്റെയും ഖബർസ്ഥാനിൽ വരും. നാട്ടികയിൽ വന്നിട്ട് പോവാറുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണത്. അപ്പോ അവരെ പരിഗണിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെ പരിഗണിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ റീകോൾ ചെയ്ത് കൊണ്ടുപോവാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീഷിയേറ്റ് അതേഴ്സ്, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളെ സെൽഫിനെ പരിഗണിക്കുക, ക്രിയേറ്റർ അടുത്തെറിയാൻ വേണ്ടി ശ്രമിക്കുക. ഈ മനുഷ്യര് പ്രായമായിട്ടുള്ളവരായിട്ടുള്ള കുട്ടികളാവട്ടെ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നവരുണ്ടാവും. ചിലപ്പം എഴുതുന്നവരെല്ലാം നമുക്ക് സമയമില്ല, കണക്ട് ആവുന്നില്ല എങ്കിൽ നമ്മൾ നിസ്കാര ശേഷം സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ടല്ലോ. ആ ഒരു അൽഹംദുലില്ലാ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ആക്ച്വലി നമ്മൾ പറയണത്. പലപ്പോഴും അർത്ഥറിയാതെ വിരലിൽ ഇങ്ങനെ അൽഹംദുലില്ലാ എണ്ണി പോവാറാണ് പതിവ്. പ്രശ്നം നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ അറിയാതെ സംഭവിച്ചു പോവാം. ഇനി തൊട്ട് നിങ്ങൾ എഴുതാൻ പറ്റുന്നില്ല, സമയമില്ല എങ്കിൽ അതൊന്നും ചെയ്യാം. ഓരോ അൽഹംദുലില്ലാ പറയുന്ന സമയത്തും നിങ്ങളിലേക്ക് കണക്ട് ആവുന്ന എന്തെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു അൽഹംദുലില്ലാ ഒരു കാഴ്ചയായി കൂട്ടാം, ഒരു അൽഹംദുലില്ലാ ഒരു കേൾവിയായിട്ട് കൂട്ടാം. ഞാൻ പറഞ്ഞ തീരെ എഴുതാൻ സമയമില്ല, മൈൻഡ് പവർ ഒന്നും എനിക്ക് കണക്ട് ആവുന്നില്ല എന്ന് പറയുന്ന ആളെടുത്തും നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന ആരായാലും അവരുടെ ലൈഫിലേക്ക് ഇത് അതുകൊണ്ട് ഒരു ടിപ്പായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പോംവഴിയായിട്ടൊന്നും അല്ല, അങ്ങനെയെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണിത്. അങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ 5 വ്യക്തി വിശ്വാസികളാണെങ്കിൽ നിസ്കരിക്കുന്നതാണല്ലോ. ആ 33 തവണയല്ല അൽഹംദുലില്ലയ്ക്ക് ഓരോ അൽഹംദുലില്ലയ്ക്ക് ഒരു അർത്ഥം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളെ വിജയങ്ങളാവട്ടെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളില്ലേ, കുറച്ച് മുന്നേ റീകോൾ ചെയ്ത് ഇതൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാല് നമ്മളെ ലൈഫിൽ സന്തോഷം കണ്ടെത്താം, സമാധാനം കണ്ടെത്താം, നിങ്ങൾ തേടുന്ന വിജയങ്ങളെ കണ്ടെത്താം. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നമ്മളെ റൂട്ട് കോസുകള് നമ്മൾ പലപ്പോഴും പരിഗണിക്കാതെ പോകുന്ന ചില മേഖലകൾ പറഞ്ഞു വെച്ചതാണ്. ഇതിലൊരു പോയിന്റ് കൂടി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നുള്ള സത്യം. പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ടൗണിലത്തെ ഒരാളുടെ വിശപ്പടക്കാൻ നമുക്ക് പറ്റും. ഒരു ദിവസത്തെങ്കിലും പറ്റും. അതിന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ വീട്ടിൽ നമ്മൾ ഇന്ന് ഫുഡ് ഒരു കറി ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അതിന്ന് പൊതിഞ്ഞെടുത്ത് മാസത്തിൽ 1 തവണയെങ്കിലും ഒരാൾക്കോ 2 ആൾക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു അൺകണ്ടീഷണൽ ആണ്. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളെ സെൽഫിന്റെ ഈഗോ ഒന്ന് കുറക്കാനും നിങ്ങളെ സെൽഫിന്റെ വാല്യൂ കൂട്ടാനും സെൽഫിനെ പറ്റുന്ന ഒരു കാര്യമാണത്. ഈ ഒരു കൊടുക്കാന്നുള്ളത് നിങ്ങൾ എമൗണ്ട് എത്ര സിറ്റുവേഷൻ നമ്മൾ ഒരു നേരം ഭക്ഷണം വെക്കില്ല എന്തായാലും, ആദ്യത്തെ ഒരു നേരത്തെ ഭക്ഷണം തെരുവിലില്ല ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെക്ക് കൊടുക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ലൈഫിലേക്കുള്ള വിജയങ്ങൾ സ്പീഡായി തുടങ്ങും. നമ്മളെ സക്സസ് ഹാർഡ് വർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കരിയർ പൊസിഷൻ ആണ് ആഗ്രഹമെങ്കിൽ അതൊക്കെ ചെയ്യേണ്ട ചില സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ എക്സാംസ് ഒക്കെ പാസ്സാകണം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മളെ ലൈഫിലേക്ക് സക്സസ്സുകൾ അട്രാക്ട് ചെയ്തു തുടങ്ങും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ നല്ല മനുഷ്യന്മാരെ നമ്മൾ കാറ്റഗറി ചെയ്യുന്ന ആളുകൾ അധികം ചാരിറ്റി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിരക്ക് നല്ല മനുഷ്യന്മാരായ പോയ ആളുകളല്ലേ. അതുപോലെ നമ്മളെയും നല്ലൊരു മനുഷ്യനായി എവിടെയെങ്കിലും രേഖപ്പെടുത്താന് ഒന്നുമില്ലെങ്കിൽ നാളെ നമ്മൾ വയ്യാതെ കിടക്കുമ്പോ ഈ ലോകത്തുള്ള ഒരാൾക്കെങ്കിലും ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഒരാളെങ്കിലും ഞാൻ കരുണ കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം ഭക്ഷണത്തിന്റെ ആവാം. ഇപ്പോ നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ള കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ അത്താണിയുടെ ഒരു ചലഞ്ച് ഉണ്ട്, 220 എന്ന് പറയും. എല്ലാ മാസവും 2-ാം തീയതി 20 രൂപ അയക്കുന്ന ഒരു സംഭവമാണത്. ഇതൊരു പ്രൊമോഷനായിട്ട് ഒട്ടുമല്ല, സത്യസന്ധമായി പറയാണ്. അത് അവിടെ 20 രൂപ നമ്മൾ എല്ലാ മാസവും അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത്താണി എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അഫ്സൽ സാറെ എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ GPay നമ്പർ അയച്ചോളാം. നമ്മൾ അതിൽ രൂപ എടുക്കലില്ല കേട്ടാ. സത്യം പറഞ്ഞ ചാരിറ്റി ചെയ്യുന്ന പലരും കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണത്. നമ്മൾ ആ പ്രശ്നം നേരിടലുണ്ടെന്നില്ല. അത് പല തുള്ളി കൂട്ടി വെച്ചിട്ടാണല്ലോ പെരുവെള്ളമായിട്ട് മാറുക. അതുപോലെ പല മനുഷ്യരുടെ വേദനയ്ക്ക് ശമിപ്പിക്കാനും ഒക്കെ എളുപ്പമുള്ള അതിനൊക്കെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവന ഡെയിലി ഒരു ഏർണിങ്സ് ഒന്ന് പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. കുറെ എമൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, 20 രൂപ വലിയ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ ഉത്തരേന്ത്യയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ മലയാളി സ്റ്റുഡൻസ് ആണ്, അവിടെ പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കലുണ്ട്. അപ്പൊ അവർ പറഞ്ഞൊരു എക്സ്പീരിയൻസ് അതായിരുന്നു, നമ്മൾ എത്ര ഫുഡ് കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ തികയിലില്ല, അവർക്കതിന് കഴിയൂല. ഒരു നേരത്തെ ഫുഡ് കിട്ടാൻ വേണ്ടി കഴിയില്ല. നമ്മളെ കേരളത്തില് ഗവൺമെന്റ് പല സ്കീം ഇറക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ എല്ലാം പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ലെങ്കിലും പറ്റില്ലുണ്ട്. അപ്പൊ നമുക്ക് അവിടെയുള്ള നമ്മൾ വിഷമിക്കും അവര് സിറ്റുവേഷൻ ഒക്കെ കേൾക്കുമ്പോൾ. പക്ഷെ നമ്മളെ കാൽച്ചുവട്ടിലുള്ള ചില ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നത് പലരും ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസുകളൊക്കെ ട്രെൻഡ് ആയവേ കാരണം പലരും ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ റീകോൾ ചെയ്ത് പറയാം. ഇനിയും കുറെ പോയിന്റ്സ് ഒന്നും പറഞ്ഞിരുന്നില്ല.
ഏകദേശം വൈൻഡപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ 46 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞ കുറച്ച് കാര്യങ്ങള് ഉള്ള കാര്യങ്ങളില് എന്തെങ്കിലുമൊക്കെ നന്ദി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടി ശ്രമിച്ചു നോക്കുക. ഉള്ള കാര്യങ്ങളില് ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെ പഠിച്ചവർക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. നമ്മളെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ശ്രമമാണ്. ചില തീരുമാനങ്ങളിൽ നമ്മൾ എടുത്തു പോകുന്ന ശ്രമമാണ്. നമുക്കെല്ലാം പൂർണ്ണതിന്റെയും റിസൾട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത് പോസിബിൾ അല്ല ഇത്. അപ്പൊ ചില ശ്രമങ്ങളാണ്. അതൊന്ന് ചെയ്തു നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ള മനുഷ്യരിൽ എന്ത് നന്മ കണ്ടു കഴിഞ്ഞാലും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന സ്റ്റെക്നെസ് ഞാൻ പറയുന്നു, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ പോയി ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ, ഭക്ഷണം കഴിച്ചവരുണ്ടാക്കി അറിയില്ല, അന്ന് ആ കഴിച്ച ഉമ്മന്റെ അടുത്ത് പറയുന്നത് ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് അവർക്ക് കൊടുക്കുന്നു, പാസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും അടിപൊളിയായി വർക്ക് ചെയ്യും. നാളെ വർക്കിംഗ് പ്ലേസിൽ പോകുമ്പോൾ ബോധപൂർവം പറയാ. ഞാൻ പറയുന്നു ഉള്ളിൽ നിന്ന് വരില്ല. ഫസ്റ്റ് ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോധപൂർവം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ബോധപൂർവം പറയുമ്പോൾ പിന്നീട് നിങ്ങളത് ആരതിൽ കണ്ടു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ സ്റ്റാറ്റസുകളിൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് എന്തെങ്കിലും കുറച്ച് ടൈം എഫേർട്ട് ഇട്ട് ചെയ്ത എന്തെങ്കിലും വീഡിയോസ് ആവാം, പോസ്റ്റർ ആവാം, റൈറ്റിംഗ്സ് ആവാം, അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ള മനുഷ്യരെടുത്ത് അൺകണ്ടീഷണൽ ആയിട്ട് മെറ്റീരിയൽ തിങ്സ് എന്ത് റിട്ടേൺ കിട്ടും, ഞാൻ അവരോട് കൂട്ടുകൂടിയാൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് എന്ന് ആലോചിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ കൂടെ വന്ന് അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് സമയമായിട്ട് മണിയായിട്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സമയമായിട്ട് അവരൊന്ന് കുറച്ച് സമയം പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗൺ വരുന്ന സമയത്ത് ആരെങ്കിലും കണക്ട് ചെയ്യണം എന്ന് തോന്നുമ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടേണ്ട ഒരു കാര്യം നമുക്ക് മാറുന്നുണ്ട്. നമ്മൾ ആത്മഹത്യകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും സ്വന്തം പരിഹരിക്കാൻ വേണ്ടി പറ്റാതാവുമ്പോ ഒരാളടുത്ത് പറയാനുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഈഗോ സമ്മതിക്കാതെ പുറത്ത് സംഭവിക്കുന്ന പോകുന്നതാണ് പറയപ്പെടുന്നു. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ ഒരാളടുത്ത് പറയാ. അതൊരിക്കലും നിങ്ങളെ സെൽഫ് വാല്യൂ കുറക്കൂല. സത്യസമ്മ പറയാണ്. നിങ്ങൾ ഉമ്മന്റെ അടുത്ത് പറയാ, ഫ്രണ്ട്സിന്റെ അടുത്താവാം, ടീച്ചേഴ്സിന്റെ അടുത്താവാം. നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് ആരെടുത്തും നിങ്ങളെ മനസ്സിലാക്കും തോന്നുന്ന ഒരാളെടുത്തിട്ട് പോയി ഷെയർ ചെയ്യാം. അതുപോലെ പിന്നെ ഈ ഫുഡ് കൊടുക്കുന്ന കാര്യം അനക്ക് എന്തെങ്കിലും ഒന്ന് നാളെ നമ്മൾ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ഭൂമിയിലേക്ക് ഒരു കരുണ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരാളിലേക്ക് ചാരിറ്റി എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് പല ടെൻഷനുകൾ ഉണ്ടാവും. ചാരിറ്റി ഇപ്പൊ പല വഴിക്കല്ലേ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിയൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുമെന്നില്ല. അത് മാറ്റിവെക്കാം. നമ്മളെ നീയത്ത് നന്നാക്കാൻ നമുക്ക് വേണ്ടി പറ്റും. ഇന്നമൽ ആമാല് ബിൻ നിയ്യാത്ത് എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ നീയത്ത് പോലെയാണ്. നിങ്ങൾ നീയത്ത് ഏറ്റവും അടിപൊളിയാക്കിയാല് നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും. ബാക്കി അവരും പഠിച്ചവനും കൂടെ ആയിക്കോട്ടെ, അത് വിട്ടുകൊടുക്കുക. അതുപോലെ ഇനിയിപ്പോ പുറത്തു കൊടുക്കുന്ന ഒരു കാര്യം കൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചുറ്റുള്ള മനുഷ്യർ ചെയ്ത ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. നമുക്കത് പൊറുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അവർ നമ്മളോട് എന്ത് ചെയ്തതാവട്ടെ, ഒന്ന് ചെയ്ത തെറ്റുകൾ എന്തായിക്കോട്ടെ, അത് പുറത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നാളെ നിങ്ങളെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്, ആ ആള് മരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരോടാണോ ശത്രുതയില്ലേ ആളെ മരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അവാർഡായിട്ട്, ഒരു റിവാർഡായി ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ല എന്ന ടാഗ് ലൈന് പോകാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാല് ഒരു പരിധി വരെ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കൂല. അവര് നമുക്ക് അത്രയും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടാവോ? ശരിയാണ്. പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കുക അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പടച്ചവൻ നമ്മളോട് പൊറുക്കുന്നുണ്ട്. ആ പടച്ചവന്റെ പടപ്പുകളോടാണ് നമുക്ക് പൊറുക്കാൻ മടിയുള്ളത്. ആ പടച്ചവന്റെ പടപ്പുകളോട് നമുക്ക് പൊറുക്കാൻ മടിയാണ്. നമ്മൾ പടച്ചവനേക്കായി മേലെ പോകുന്ന സിറ്റുവേഷൻ കൂടെ അല്ലേ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഭൂമിയിലുള്ള ആരിലോട് കരുണ കാണിച്ചാൽ ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞ പടച്ചവനാണ്. ഒന്ന് പുറത്തു കൊടുക്കുക. നമ്മൾ വെയ്യാതാവുന്ന സമയത്ത് ഒരാൾക്ക് അപ്പൊ ഒരു ബുദ്ധിമുട്ടരുത്. ഇന്ന് നമുക്ക് മരിക്കുമോ നമുക്ക് അറിയൂല. ഈ ദുനിയാവിലെ ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കാനുണ്ടായിരുന്നു എന്ന് നമ്മൾ പടച്ചവനോട് പരാതി പറയുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ശ്രമിച്ചു നോക്കുക. വീണ്ടും പറയുന്നു, പെർഫെക്റ്റ് ആയിട്ട് ആർക്കും പറ്റണമെന്നില്ല. ശ്രമിച്ചു നോക്കുക. നമ്മളെ ജീവിതം എന്നുള്ളത് ഒരു ശ്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഏറ്റവും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ നല്ല രീതിക്ക് ജീവിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും പലയിടത്തും കണക്ട് ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പലർക്കും പലരുടെയും സമയങ്ങൾ കുറെ കൊന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. ഒരാളെയും കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ വിട്ടുപോയത് സംസാരത്തിൽ, സോറി. എൻ്റെ ഒരു അധ്യാപികയുണ്ട്, മുഹീറ മിസ് എന്ന് പറയും. ലൈഫിൽ ഇന്നും ഞാൻ പറഞ്ഞ അനക്ഷര പോലെ കാണുന്ന ഒരു അധ്യാപികയാണത്. എന്റെ YIP-യുടെ ഒരു ജേണി, ചിലർക്ക് ഒരു സ്റ്റേറ്റ് ഉപ്പക്ക് വയ്യാതൊരു സമയത്തായിരുന്നു അതിന്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ വന്നത്. വീട്ടിൽ നേരം കൊണ്ടുപോകാനില്ല. മിസ്സിന്റെ സ്വന്തം റിസ്കിലാണ് വന്നത്. രാവിലെ മോർണിംഗ് അതിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മിസ് റെഡി ആയത്.
മിസ് ആ ഒരു സമയത്തൊന്നും മാത്രമല്ല, ഏത് സമയത്തും ഒരു മോളെ പോലെ മിസ് എന്നെ കാണുമായിരുന്നു. ആ ആളെയും കൂടെ എനിക്ക് പരിചയപ്പെടുത്തുന്ന നിലയുണ്ടായിരുന്നു. വിട്ടുപോയതാണ്. അത് ഞാൻ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് ആയിരിക്കും. അത് അവർ വിട്ടുപോയില്ല, അതുകൊണ്ട് കൂടെ പരിചയപ്പെടുത്തുന്ന പോലെ പരിചയപ്പെടുത്താത്ത കുറേ മനുഷ്യന്മാരുണ്ട് ജീവിതത്തിൽ. അവരൊക്കെ ഇനി പരിചയമില്ല സെഷൻസിൽ ഇൻഷാല്ല പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതുണ്ട്. ഓൾമോസ്റ്റ് 1 hour ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ചിരിക്കുന്നതിന്റെ പിറകില് എന്നെ പോലെ ഹാപ്പി ആവുന്ന പാരന്റ്സിനെ പോലെ സിബ്ലിങ്സിനെ പോലെ അഫ്സൽ സാർ ഹാപ്പി ആവുന്നുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞിരുന്നത് സാറെ 1 hour എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞ അനൂപ് സാറില്ല, അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സെഷൻ എടുക്കാൻ പറഞ്ഞു 1 hour കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ, നമുക്കൊരു ഉറപ്പില്ല. മിസ് നൈ ചെയ്ത് നോക്ക് പറ്റും എന്നെ കൊണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പാരന്റ്സ് ഉമ്മയെ തന്നെ പറഞ്ഞ് ചെയ്ത് നോക്ക് പറ്റും മോളെ എന്നല്ല. അങ്ങനെ കുറെ മനുഷ്യരുടെ ബ്ലെസ്സിങ്സിലൊക്കെയാണ് ഞാനുള്ളത്. നിങ്ങളെ ലൈഫിലും ഇതുപോലെ നന്ദി പറയാനുള്ള കുറെ മനുഷ്യർ ഉണ്ടാവട്ടെ. നിങ്ങളും പലർക്കും നന്ദി പറയാനുള്ള കാരണമായിട്ട് മാറട്ടെ. ഏറ്റവും അടിപൊളിയായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞവരാ. ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീഷിയേറ്റ് അതേഴ്സ്, അൺകണ്ടീഷണൽ ആയിട്ട് മനുഷ്യരെ സ്നേഹിക്കുക, സെൽഫില് സപ്പോർട്ട് ആവശ്യം തോന്നുമ്പോൾ ഒരാളടുത്ത് പോയി സഹായം തേടാൻ മടിക്കരുത് ഒരിക്കലും. കുട്ടികളടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പ്രായമായവർ പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ചാരിറ്റി, നമ്മളെ ഭൂമിയിൽ ഏറ്റവും കരുണയുള്ള മനുഷ്യനാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം, മറ്റുള്ള മനുഷ്യർക്ക് കൊടുത്തു കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല്, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നില്ല. അപ്പൊ പലരും പറഞ്ഞത് സക്സസ് ആവാനും ഹാപ്പി ആവാനും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് പറഞ്ഞ സക്സസ് ആവട്ടെ, ഹാപ്പി ആവട്ടെ, അതൊക്കെ കിട്ടും. സത്യസന്ധമായി പറയാണ്, നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ ഒരു തീരുമാനം പോലെ എടുക്കുക. 3 മാസത്തേക്ക് ഞാൻ ഈ കുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തു നോക്കുന്നില്ല. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര സമയം കേട്ടതിന് താങ്ക് യു. നിങ്ങളെ ഫീഡ്ബാക്ക് ആണ് ആവശ്യം. അഫ്സൽ സാറായാലും എല്ലായിടത്തും പറയാം. താങ്ക് യു ഒരു സമയം കേട്ടിരുന്നതിന്. താങ്ക് യു മിസ്റ്റർ, താങ്ക് യു സോ മച്ച്. അത് ഇതിനെങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ 7 മാസം കഴിഞ്ഞു നമ്മളെ ടീമില് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മനസ്സിലാണ്. അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ സമയത്തും ഏത് നമ്മളുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏത് മനുഷ്യന്മാരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന, എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് കൊടുക്കാനും കൂടെ പവർ ഉള്ള ഒരാളായിട്ട് നിൽക്കുന്നത്, ഒറ്റൊരു കാര്യം മാത്രം കേൾക്കുമെങ്കിൽ മനസ്സിലാവും. ആൾക്ക് ഇപ്പൊ സംസാരിച്ച മിസ്നക്ക് 19 വയസ്സ് കഴിഞ്ഞ മാർച്ചിലായിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതെങ്ങനെയാണ് ഒരു 19 വയസ്സുകാരി ഇങ്ങനെ ആളുകൾക്ക്, ഇപ്പം കുറച്ച് ആളുകൾക്കെങ്കിലും അത് എന്തായാലും കണക്ട് ആയിട്ടുണ്ടാവും ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നതിന് പകരം കുറെ കഥകളിലൂടെ, ജീവിതത്തിലെ ഒരുപാട് മനുഷ്യന്മാരിലൂടെ ഇങ്ങനെ നമ്മളൊരു കഥ കേട്ടിരിക്കുമ്പോഴാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടും നമ്മുടെ ജീവിതത്തെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഈ ഒരു പ്രായത്തിനിടയിൽ ഈ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉള്ളിൽ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടും. ഞാൻ എപ്പോഴും കുറെ ആയിട്ട് പറയുന്നുണ്ട് ക്ലാസ് എടുക്കുക. എന്താ സംഭവം എന്ന് വെച്ചാല്, ആളുടെ വൺ ഓഫ് ദി ഹാബിറ്റ് ആണ്. ഒന്നെന്ന് വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും ഇപ്പൊ പറഞ്ഞ ആ മൈൻഡ് റിലേറ്റഡ് ടൂൾസും, അതേപോലെ ആൾക്ക് ചെറുപ്പത്തിലെ വായനാശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഏകദേശം 300ഓളം പുസ്തകങ്ങൾ, 310 313 ബുക്സ് എങ്ങനെ ഓൾറെഡി വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോ എന്താ സംഭവിച്ചാൽ, ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതൊരു കമ്പൈൻഡ് നോളജ് ആയിട്ട് ഇങ്ങനെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ബ്രെയിനിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ഇൻഫർമേഷൻസ് മൊത്തം. അപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെ ഡോട്ട്സ് കണക്ട് ആവും, ഒരു ബുക്കിൽ നിന്ന് വേറൊരു ബുക്കിലേക്ക്. അതേപോലെ പല മനുഷ്യന്മാരുടെ സ്പീച്ചുകളിലേക്ക് കണക്ട് ആവും. അത് ആ നമ്മൾ എന്താണോ നമ്മളുടെ ലൈഫിൽ കൂടുതൽ സമയം ഉള്ളിലേക്ക് എടുക്കുന്നത്, ദാറ്റ് മീൻസ് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റൂട്ടീൻസും നമ്മളുടെ ഹാബിറ്റ്സും മാറും. ആ ഹാബിറ്റ്സ് ആണ് ഒരു മനുഷ്യന്റെ ആക്ഷൻസിലേക്കും ഡെസ്റ്റിനിയിലേക്കും എത്തിക്കുന്നത് മാത്രം മൈൻഡിൽ വെക്കുക. കാരണം നമ്മൾ നമ്മുടെ സെഷൻസിലൊക്കെ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ല മൈൻഡിലേക്ക് എടുക്കുന്നതിൽ 83% കാര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ 11% കാര്യങ്ങൾ കേൾക്കുന്നതുമാണ്. ബാക്കി 6% കാര്യങ്ങൾ മാത്രമാണ് സ്മെല്ല് ത്രൂവും ടേസ്റ്റ് ത്രൂവും ടച്ച് ത്രൂവും എടുക്കുന്നത്. അപ്പോ 94% കാര്യങ്ങള് നമ്മൾ എന്താ പറയല്, ഇപ്പൊ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന, അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പം
ഞാൻ ഉദ്ദേശിച്ച എല്ലാവരും ഇപ്പം പലരും പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ, പക്ഷെ ഈ നിമിഷം മുതൽ നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്ത് ഒന്നും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും ഇതേപോലെ ഓരോരുത്തരുടെയും ബെസ്റ്റ് സെൽഫായിട്ട് മാറാൻ ചെറുപ്രായത്തിൽ മീൻസ് ഇപ്പൊ ഉള്ള പ്രായത്തിൽ തന്നെ നമുക്കത് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആള് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എല്ലാവരും ഒന്ന് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഹാപ്പി ഫോർ യു. ഇനിയും ഒരുപാട് സെഷൻസ് വരാനുണ്ട്. അപ്പൊ ഇനി കേൾക്കേണ്ടത് ഞാനിങ്ങനെ ഒരുപാട് പറയുന്നതല്ല, ഇന്ന് സെഷൻസ് കേട്ടിട്ടുള്ള ആളുകളുടെ റിവ്യൂസ് ആണ് ഇനി ആവശ്യം. ഷീജ മാം ആയിക്കോട്ടെ, ഷെമി മാം ആയിക്കോട്ടെ, നമ്മുടെ നമ്മൾ ഷെഫീർക്ക് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാരെ അറിയുന്ന ആൾക്കാരെ വീഡിയോ മോഡിലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. നിയാസ് എന്ന് പറഞ്ഞ ആളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും, അപ്പം വീഡിയോ മോഡിലുള്ള ആൾക്കാർ തന്നെ വേണമെന്നില്ല, ആർക്കും ആണെങ്കിലും ഒരു ഫീഡ്ബാക്ക് തന്ന ആളുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് സ്പീച്ചാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ലൈഫിലും അതൊരു ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ പ്ലീസ്, ആരാ ഫസ്റ്റ് പറയുന്ന ഒന്ന് പറഞ്ഞോളൂ. ഞാൻ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതമായി മിസ്സിനെ പറയാനായിട്ട്. ബിക്കോസ് ഞാൻ സംസാരിക്കുമ്പോഴും മിസ്സിന്റെ അടുത്ത് കോൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങള് ഷീജ മാം അതയച്ചില്ല ഇതയച്ചില്ല എന്ന് പറയുമ്പോഴും ഞാൻ വിചാരിച്ചത് മിസ്സിന അങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ല. അന്ന് നേരിട്ട് കണ്ടപ്പോഴും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോഴും ഞാൻ ഓർത്ത് അങ്ങനെ അത്ര വലിയ ഇത്രയും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ മിസ്സിന. ഭയങ്കര ഞാനിങ്ങനെ കേട്ടിരുന്നു. ഞാനിവിടെ സ്കിപ്പ് ചെയ്യേണ്ടതാണ് ക്ലാസ്, പക്ഷെ എന്നിട്ടും ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കേട്ടിരുന്നു. പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗിവ്നെസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ കുറെ ക്ലാസ് എനിക്ക് മിസ്സായി പോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നത്. പക്ഷെ ഞാൻ ഇന്നും എല്ലാ ദിവസവും ഞാനത് എൻ്റെ വർക്ക് പ്ലേസിലും എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ഒക്കെ ഭയങ്കരമായിട്ട്. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റും ടീച്ചിങ് ഫീൽഡിൽ ഒരുപാട് പൊളിറ്റിക്സ് നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പേരോട് ചിലപ്പോ കുറച്ച് വിരോധം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അൽഹംദുലില്ലാഹ് എനിക്ക് ഈ ക്ലാസ്സിൽ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരാളോടും എനിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് എനിക്കിപ്പോ വരാറേ ഇല്ല. സത്യമായിട്ടും ഞാൻ അത് എവിടെ പോയാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു സെഷനിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു ഭയങ്കരമായിട്ട് പഠിച്ചോൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും നമുക്ക് വരണ ഒരാളുടെ അടുത്ത് പോലും ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു സോറി പറയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വന്ന ഒരു സെഷനാണ് അത്. എനിക്ക് ഒരിക്കലും മിസ്സിൻ്റെ അടുത്ത് എനിക്ക് സത്യം ഞാനിങ്ങനെ കേട്ടിരിക്കണമായിരുന്നു ഓരോ സംഭവങ്ങളും. ഇപ്പൊ ഞാനിപ്പോ ട്രെയിനിങ്ങിന്റെ ട്രെയിനർ ആയിട്ടുള്ള ഒരു ഇതില് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സാമ്പിൾസ് ആണ്. കാരണം ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് മിസ്സിന് ഓരോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു കുട്ടി പറയുന്ന ഒരു കഥകളിൽ കൂടെ സാറ് പറഞ്ഞുകൊണ്ട് ഒരു കഥ കേൾക്കുന്ന ഒരു ഇതില് ഞങ്ങൾ ഫ്ലോയിൽ അങ്ങനെ ഇരുന്നു പോയി. എക്സലന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളിയായിരുന്നു ശരിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് മിസ്സിനോട്. കാരണം എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ഇങ്ങനെ അത്രയും ഇത്. പക്ഷെ എന്റെ എല്ലാ എക്സ്പെക്ടേഷനും അതിന്റെ മേളിലായി. വെരി വെരി വെൽ. താങ്ക് യു സോ മച്ച് ഷീജ മാം. നമ്മുടെ ഓൺലൈൻ ബാച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെസ്റ്റിലും വന്നിരുന്നു, മൂന്നാമത്തെ. മാം നല്ല മീൻസ് വന്നവർക്കും നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് മാം ഞാൻ ഒരുപാട് പേരോട് പറയുന്നതാണ് വരുമ്പോ നിങ്ങൾ പോകണം. ഞാൻ പോണ സ്ഥലത്ത് എവിടെ പോയാലും ഞാൻ പറയുന്നതാണ്. ഇനിയിപ്പോ 31st അങ്ങോട്ടും സാർ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ പേര് പറയുന്നുണ്ട് പോകണം എന്നൊക്കെ. എക്സലന്റ്. അന്ന് ആ പ്രോഗ്രാമിൽ വന്നിട്ട് ശേഷം ഞാൻ അത് തന്നെ ഓരോരുത്തരുടെ അടുത്ത് പറയുന്നായിരുന്നു. എനിക്ക് ഒരിക്കലും ഈ ഒരു ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയണത്, ഒരു ഐ ഓപ്പണർ എന്നൊക്കെ പറയാൻ പറ്റും. ഭയങ്കര എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് നിങ്ങളുടെ ഒരു എല്ലാ കുറെ ക്ലാസ് ഞാൻ മിസ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്ത ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ്സിലേക്ക് കയറി എന്താന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതായതുകൊണ്ട് എന്തായാലും നമുക്കത് മുന്നോട്ട് പോകണം. എനിക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല അതിന്റെ കുറെ പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ല അത് ബെറ്റർ ആയിട്ട് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഉഷാറായിക്കോട്ടെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. വേറെ ആർക്കാണ് ഫീഡ്ബാക്ക് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. സിസ്റ്റർ നമ്മുടെ അടുത്ത ടീം മെമ്പർ ആണ്. വീഡിയോ ഓൺ ആക്കാതിരുന്നത് ഇനിയിപ്പോ അവക്കൊരു പ്രശ്നം വേണ്ട എന്നുള്ള നിലക്കാണ്. ഞാൻ ഇത്രയും നേരം കേട്ടോണ്ടിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡും ഉണ്ട്, മൂപ്പര് അങ്ങനെ അതുവേ ക്ലാസ് കേൾക്കലില്ല. ഇന്നിങ്ങനെ അവളെ സെഷൻ ആണ് എന്ന് പറഞ്ഞപ്പോ അവളിപ്പോ കളിക്കാൻ പോയി. ഒരു അരമണിക്കൂർ 8:45 വരെ ആളുണ്ടെന്ന്, അവള് പോയതാണ്. ഏതായാലും മാഷാ അല്ലാ അടിപൊളി. നല്ല എന്താ പറയാ, അവളിന്റെ അടുത്ത് കുറെ മുന്നേ പറഞ്ഞിരുന്നു ഇങ്ങനെ സേർ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ ചെയ്തപ്പോൾ പറയാ കുറച്ചും കൂടെ ആവട്ടെ. ഇവള് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്റെ കണ്ണിന്ന് വെള്ളം വന്നപ്പോ ഹസ്ബൻഡ് ചെയ്ത് എന്തിനാ കരയണു ചോദിച്ചു. ഞാൻ പറയാ മിന്നു വലിയ കുട്ടിയായി, അവൾ ഒരുപാട് വലുതായി എന്നിങ്ങനെ പറയായിരുന്നു. ഏതായാലും അടിപൊളി. താങ്ക് യു. മുർഷിദ നമ്മളുടെ ടീം മെമ്പർ ആണ്. നമ്മളുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. ഒരുപാട് നമ്മളുടെ കഴിഞ്ഞ ഫെസ്റ്റിലേക്കൊക്കെ ആൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിട്ടും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു ഫാമിലിയിൽ ഒരു കല്യാണം ഓൾറെഡി ഫിക്സ്ഡ് ആയതുകൊണ്ട്, ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ, അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ്. അടുത്ത പരിപാടിയിൽ ഞങ്ങളെല്ലാം കൂടെ തകർന്നു. നമ്മളെല്ലാരും കൂടെ നമ്മളുടെ ഓൾറെഡി എല്ലാ പ്രോഗ്രാംസിനും വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ. താങ്ക് യു മുർഷിദ. താങ്ക് യു. വേറെ ആരെങ്കിലും? ഷെമിയ മാം എന്തെങ്കിലും? ഹലോ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ യെസ് ബൈ. ഞാൻ ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. ആ അതിന്റെ ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അധികം ഞാൻ സംസാരിക്കാത്ത ഒരാളായിരുന്നു, മീൻസ് ഇൻട്രോവേർട്ടഡ് ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പോ കാണുന്നവരോടൊക്കെ ചിരിക്കാനും അപ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ഇപ്പൊ ഈ സെഷൻ കേട്ടപ്പോൾ നല്ലൊരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. അപ്പൊ ഇതിലുള്ള കാര്യങ്ങൾ തന്നെ, ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും അതുപോലെ അപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും മിസ് നാൻസിന്റെ ഓരോ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ വളരെ കണക്റ്റഡ് ആണ് എന്റെ ലൈഫുമായിട്ടൊക്കെ. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിയാസ് സർ. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? ഷമിയ മാം, റിസ്ല, ഹസ്ന, ദേവകൃഷ്ണ, സുൽമാൻ, ജസീല, ഉനൈസ്, സുമയ്യ. നമ്മളുടെ പ്രോഗ്രാമിന് വന്നവരൊക്കെ ഉണ്ട്. ഹൈഫ, അർഷിത, ജാസിം, അർഷിത, ഫാത്തിമ, ബിനി, ജാഫർ. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാട്ടോ? ഫീഡ്ബാക്കോ? മാം പറഞ്ഞോളൂ. ആദ്യം അൽഹംദുലില്ലാ, ഞാൻ ഇന്ന് സെഷനിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചതില്ല. കാരണം ഒരുപാട് പഠിക്കാണ്ടായിരുന്നു. ഞാൻ ശനിയാഴ്ചയെന്ന് അറിഞ്ഞപ്പോ അന്ന് ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ വെറുതെ ഒന്ന് വിചാരിച്ചിട്ടുള്ളൂ. മിസ്ന പറഞ്ഞൊരു കുട്ടി അവര് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നാ അത് ഉണ്ടാവാന്ന് ഞാൻ ആലോചിച്ചിരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കേറിയപ്പോ ഞാൻ ആകെ സർപ്രൈസ് ആയി പോയി. നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞ ഫുള്ള് ഞാന് ഭയങ്കര ചിരിയോടെയാണ് ഇരുന്ന് കേട്ടത്. ഒരു ഫ്ലോയിൽ ടൈം പോയതേ അറിഞ്ഞില്ല. ഞാൻ ഇതുവരെ ഇതില് ഫീഡ്ബാക്ക് ഒന്നും പറയാൻ വരുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇത് എന്തോ ഇന്നണ്ട് പറയാണ്ട് തോന്നിപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്കും 2 താത്താരനെയാണ്. അതുകൊണ്ട് അളിയന്മാര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവര് വഴി ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് കാണാൻ പറ്റിയത് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഒക്കെ പറഞ്ഞപ്പോ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ കുട്ടികളാണെങ്കിലും അവര് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയാ, അത് ചെയ്യാന് ഫോണ് തരുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് പറയോ ഫോണ് തരാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് കണക്ട് പറ്റിയിട്ടുണ്ട്. അതിന് നല്ല നല്ല സെഷൻ ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. താങ്ക് യു മാം. അസ്ന മാം ഇനി എല്ലാ സെഷനിലോട്ട് വരുന്നുണ്ട്, ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ പേടിയൊക്കെ മാറ്റാം ഇൻഷാ അള്ളാ. ഞാനിതുപോലെ ഫീഡ്ബാക്കുകൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൊരു കുട്ടിയാണ്. അതുകൊണ്ടാണെങ്കിൽ ആ പേടി വന്ന സമയത്ത് ഞാനും ഇങ്ങനെ ഒന്ന് ആലോചിച്ചത്, ഇതുപോലെ നമുക്ക് പേടിയൊക്കെ മാറ്റി ഉഷാറാക്കണം ഇൻഷാ അള്ളാ. അത് സത്യം. ഇനി ആഗ്രഹമുണ്ട് ഇൻഷാ അള്ളാ. ഏതായാലും
സത്യം പറഞ്ഞ മാം ഈ സെഷന് എല്ലാ ശനിയാഴ്ചയും ഫ്രീ ആയിട്ട് നടക്കുന്ന സെഷനാണ് കേട്ടോ. ഇതിപ്പോ 31ാമത്തെ യുണീക് ടോക്സ് ആണ്. അപ്പൊ എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് നടക്കുന്ന സെഷനാണത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ സെഷൻ എല്ലാ ആഴ്ചയും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ ഒരുപാട് ഇതുവരെയൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വിട്ടു നിന്നതായിരുന്നു. ഇതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ഞാനിപ്പോ ഇങ്ങനെ എഴുതി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരു ട്രാക്കിലേക്ക് എത്തിയത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അതൊക്കെ എഴുതുമ്പോ ഒരുപാട് മാറ്റങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാരോടും സ്നേഹം മാത്രം പറഞ്ഞ പോലെ എല്ലാരിലും ഒരു നന്മ കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു മാം. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റട്ടെ. നമ്മളുടെ നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഈ സെഷൻസിൽ എല്ലാ വീക്കിലുള്ള സെഷൻസിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് അയച്ചിരുന്നതാണ്. പിന്നെ അതേപോലെ നമുക്ക് പുതിയൊരു പ്ലാനും കൂടെ ഉണ്ട്. നമ്മള് ഇങ്ങനെ ലൈഫിൽ കോച്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സ്കില്ല് ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, അതിൽ ഭയങ്കര താല്പര്യമുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ, കോച്ചിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നമ്മളുടെ ടീം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി ആയിട്ടാണ് സത്യം പറഞ്ഞാല് ജിസ്നയാണ് ആ സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് ഹോൾഡർ. അപ്പൊ ഇനി അങ്ങോട്ട് ആ ഒരു കോച്ചിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും കൂടെ വരാൻ പോകുന്നുണ്ട്. ഏതായാലും വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഫാത്തിമ ബിനി മാം പറഞ്ഞിരുന്നു താഴെ. അടിപൊളിയായിരുന്നു. ഇനിയും ഒരുപാട് സെഷൻ അടിപൊളിയാക്കാൻ കഴിയുന്നത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാൻ കുറെ കാലങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അറിയണോ? പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിന്ന് ആലോചിച്ചത് സാറ്റർഡേ ആണ്, ഞാൻ 8 o'clock ഇങ്ങനെ ക്ലാസ് ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയ്ക്ക് വരുന്നത്. അപ്പോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോ അങ്ങനെ പോസ്റ്റർ ഒന്നും കാണില്ല. ആരെന്താണ് ഏതാണെന്ന് എനിക്ക് ചെറിയൊരു മടി, റിവീൽ ചെയ്യാത്തതുകൊണ്ട് ആരെന്താണെന്ന് കയറണോ വേണ്ടെന്നുള്ള വിടത്തിലാണ് നിന്നത്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് കയറി. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മിസ്നാമിനെ ഒരു അപ്രീഷിയേഷൻ കൊടുത്താണ്. മിസ്നാമൻ പറഞ്ഞു നമ്മൾ വേറെ ആളിൽ നല്ലത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ആ പേഴ്സണിന് അപ്രീസിയേഷൻ കൊടുക്കണം, എന്നാല് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതേപോലെ തന്നെ ഓർക്കും അത് എനർജിയാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ നമ്മളൊരു വാക്ക് കേട്ടിട്ട് വേറൊരു പേഴ്സൺ നല്ലത് പറഞ്ഞ്, സോ അങ്ങനെ ഒരു പ്രതീക്ഷ നിൽക്കുകയാണ് നമ്മളോരോ കാര്യങ്ങൾക്ക്. പിന്നെ എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡ് ചാനലാണ്. ഇപ്പൊ ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലില് പരിചയപ്പെടുത്തിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഇപ്പം ഐ തിങ്ക് ഒരു ലാസ്റ്റ് ബിഫോർ 6 months. അതിനുശേഷം ഞാൻ അവിടെ നിന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ ഡെയിലി എഴുതായിരുന്നു. പക്ഷെ ചില ടൈമിൽ മടി ഉണ്ടാവില്ല. നൈറ്റാണ് ഞാൻ കൂടുതലായും അതിലായിട്ട് ഫോക്കസ് ആയിട്ട് ചെയ്തല്. പക്ഷെ ചില ടൈമിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതി വന്നതിന് ശേഷം എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്. ചില എത്രത്തോളം നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നമുക്ക് കഴിയില്ല. വെച്ചാല് അത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ആ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നിട്ടാണെങ്കിൽ മേ ബി ആ ഒരു പ്രശ്നം വരുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് സെക്കൻഡ് കാരണം നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യാൻ കഴിച്ചില്ല. അത്രക്കും പവർ ഉണ്ടാകുന്ന അത്രക്കും പവർ ഉണ്ട്. ഇപ്പോ എന്റെ ലൈഫില് ഒരുപാട് എക്സ്പീരിയൻസ്. ഇപ്പൊ ഈവൻ ഞാനൊരു കോഴ്സ് എടുത്ത് അതേമാതിരി ആ ഒരു കോഴ്സിന്റെ ടൈമിലാണ് ഞാൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതി സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു അറ്റംപ്റ്റില് ഞാൻ അതൊക്കെ സെറ്റാക്കി വന്നിട്ട് ജോബൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത്. പക്ഷെ അതിലും ഞാൻ എന്തായി പഠിച്ചോണ്ട് വന്നു പറഞ്ഞു വെച്ചാല് എനിക്കിങ്ങനെ ഒരു സംഭവം എത്തിപ്പെടാൻ പറ്റി. അതിന്റെ ബേസിൽ 3 കാര്യത്തിൽ കയറാൻ പറ്റി. ബട്ട് അതൊന്നും മേ ബി എനിക്ക് ആപ്റ്റ് ആവില്ല, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള തിങ്സ് അതിൽ കണ്ടുകൊണ്ടായിരിക്കാം എനിക്ക് അത് ക്വിറ്റ് ചെയ്യാൻ തോന്നിയെന്ന് ഞാൻ പഠിച്ചോണ്ട് നന്ദി പറഞ്ഞു. അങ്ങനെ ഞാൻ നന്ദി പറഞ്ഞു തന്നപ്പോൾ എനിക്ക് എന്താ പറയാ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈവൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ എന്താ പറയാ വേറെ എല്ലാവരോട് സംസാരിക്കാൻ, ഇങ്ങനെ വേറെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ, ഇങ്ങനെ ഫീഡ്ബാക്ക് വരാനൊക്കെ നല്ല താല്പര്യമുള്ള. അപ്പം ഈവൻ സാറ് പറഞ്ഞ മാതിരി ഒരു കോച്ചായിട്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. വെച്ചാല് അതിനുശേഷം, അതായത് ഞാൻ ജോലി കിറ്റ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഓരോ മൈൻഡ് സെറ്റും എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ ഒരു ടീച്ചിങ്ങിനോട് ഒരു പാഷനുള്ള ഒരു പേഴ്സണാണ്. സോ അതുകൊണ്ട് BEd വരെ ക്വിറ്റ് ചെയ്തു. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് BEd വരെ ക്വിറ്റ് ചെയ്തതിന് ശേഷം ആണ് ഒരു കോഴ്സിന് പോയത്. ആ കോഴ്സിന് പോയപ്പോൾ കോഴ്സ് മൊത്തത്തിൽ ഫ്ലോപ്പായി എൻ്റെ ഒരു ലൈഫിൽ. പിന്നെ ഞാൻ ജസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഡിഗ്രി ഇപ്പോൾ എന്താ പറയാ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനില്ല, PG
സോ അതിന് കൂടുതൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം എല്ലാം ഇതിനൊരു തുടക്കാണ് വിശ്വസിക്കുന്നത്. വെച്ചാല് നമ്മൾ എത്രത്തോളം നമ്മൾ ക്രിയേറ്ററിനോട് ഗ്രേറ്റ്ഫുൾ ആണോ അതിനനുസരിച്ച് പഠിച്ചാൽ നമുക്ക് ഓരോന്നും അതിനേക്കാൾ ബെറ്റർ ആയിട്ട് തരുന്ന മനസ്സിലാക്കിയ ദിവസങ്ങളാണ്. സോ വൺസ് അഗെയിൻ മിസ്റ്റർ മാമിന് ഏറ്റവും നല്ലൊരു താങ്ക്സ് പറയാണ്. അഫ്സൽ മാജിദ് സാറിനും ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പം എല്ലാ വീക്കിലും ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ഐ എം റിയലി അപ്രീഷിയേറ്റ് യുവർ ബോത്ത് ഓഫ്. താങ്ക് യു. താങ്ക് യു താങ്ക് യു മനീഷ് സർ. താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യൽ നിങ്ങൾ ഉഷാറായി ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഇമ്പാക്ട് പറയാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സെഷൻ തന്നെ വെക്കേണ്ടി വരും. ഞാൻ എന്താ കുറച്ചധികം പോയിന്റുകൾ കണക്ട് ചെയ്യാന്ന് കരുതി വല്ലാണ്ട് ആ ഒരു ജേർണൽ റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസോ അതിന്റെ എഫക്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല, ഇനിയും ഉഷാറായി ചെയ്തു പോവാ. അതിന്റെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഇതുപോലെ കോച്ച് ആവാൻ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞല്ലോ, ഇതെല്ലാം നേടാൻ പറ്റിട്ട് ഇൻഷാ അള്ളാ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി ആരാണ്? വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണ്ടോ? അല്ലെങ്കിൽ ഫീഡ്ബാക്ക് മാത്രമല്ല കേട്ടോ, അസ്സലാമലൈക്കും. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം. ഹലോ, അസ്സലാമലൈക്കും. ജസ്റ്റില മാം വാലിക്കും പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തത്. കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാറ്റർഡേയിൽ ഇങ്ങനെ മെസ്സേജ് വന്ന് കിടക്കണുണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത്. എനിക്ക് ആരും ഒരു പരിചയമൊന്നുമില്ല. യൂട്യൂബിൽ ക്ലാസ് കണ്ടപ്പോ എനിക്ക് അത് ഇഷ്ടമായി തോന്നിയപ്പോ ഞാൻ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അങ്ങനെ കയറിയതാണ്. അപ്പൊ മിസ്ന മാമിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഈ ഇതില് എപ്പോഴും ക്ലാസ് എടുക്കണ ഒരു ആളായിരിക്കുന്ന രൂപത്തിലാണ് ഞാൻ കണ്ടത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അങ്ങനെ തോന്നിയത് തന്നെയല്ലേ എനിക്ക്. ഫസ്റ്റിൽ ഇങ്ങനെ എന്തോ ഒരു പ്രോബ്ലം വന്നപ്പോ അതിൻ്റെതായിട്ടുള്ളതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് പറഞ്ഞപ്പോ മാത്രമാണ് എനിക്ക് മനസ്സിലായത് ആദ്യമായിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുള്ളത്. അല്ല, ആ ഫ്ലോയിൽ ഇങ്ങനെ പോയപ്പോ അതിലിങ്ങനെ ഇരുന്ന് പോയി. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ഞാനും അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് എല്ലാം ചെയ്യാൻ താല്പര്യം ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ മിസ്ന മാമിന് ഇനി നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന്. ഇനി ഇതിലേറെ കഴിയും. ഇനിയിപ്പോ ഫസ്റ്റ് ക്ലാസ് തന്നെ എങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അടുത്ത ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഊഹിക്കാനുള്ളല്ലോ. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. Thank you, താങ്ക് ma'am. യു ജസീല. ഇനിയും ക്ലാസ്സിലൊക്കെ കേൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഉഷാറായി പോകാൻ പറ്റട്ടെ ഇൻഷാ അള്ളാ. മാം പറഞ്ഞ അത്താണി ഞാൻ കഴിഞ്ഞ അതിലാ തോന്നുന്നത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട്. അതിലിപ്പോ ഞാനിങ്ങനെ അല്ല നമ്മൾ ചെയ്യണത് പറയണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് അതിനോടൊരു ഇത് വന്നു. മാസത്തിൽ 2-ാം തീയതി കൊടുക്കണതില് ഞാൻ അന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ആ 2-ാം തീയതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിത് മാം പറഞ്ഞപ്പോഴാണ് ഇന്നലെ 2-ാം തീയതി ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്ത് കണ്ടത് ചെയ്തു. അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം കൂടെ കിട്ടിയെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, മറന്നു പോകും. നമ്മൾ 2-ാം തീയതി ആണെന്നുള്ളത് ഞാൻ ഓർത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2-ാം തീയതി തന്നെ ചെയ്തു. അതാ കണ്ടത് അന്ന് 2-ാം തീയതി ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ചെയ്യണം എന്നുള്ളതിൽ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നോക്കുമ്പോ 3-ാം തീയതി ആയിട്ടുണ്ട്. മാം പറഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർക്കാനും അത് ചെയ്യാനും കഴിഞ്ഞതിൽ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇത് മാം ഞാൻ ശരിക്കും ആ അത്താണിനെ കുറിച്ച് ഇപ്പൊ മാം ഒന്നുകൂടെ പറഞ്ഞപ്പോഴാണ് ഇനിയിപ്പോ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് ആ അത്താണിയിലേക്ക് പൈസ അയക്കേണ്ട നമ്പറിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം. അത്താണി എന്ന സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അവിടെ ഏകദേശം 70ഓളം ആളുകൾക്ക് ഫ്രീ ആയിട്ട് എന്താണ് ഡയാലിസിസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. അത്രയും ഒരുപാട് മനുഷ്യർ അവിടെ പാവങ്ങൾ, ഒരു അച്ഛന്മാരും അമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാര്, മക്കൾ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരെ ഒക്കെ അവര് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും മറ്റേ ശുശ്രൂഷയും മരുന്നും ഒക്കെ കൊടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന ആളുകളൊക്കെ ഒരു 20 രൂപ എല്ലാ മാസവും 2-ാം തീയതി എന്നല്ല, ഏതെങ്കിലും ദിവസം അയച്ചാലും മതി. ആ നമ്പർ 96-100-91003. ഞാനത് പറയാൻ കാരണം ഇപ്പം യൂട്യൂബിൽ കാണുന്നവർക്കും ആ നമ്പർ കിട്ടിക്കോട്ടെ ചോദിച്ചോട്ടോ. 96-100-91003. നിങ്ങൾ വേണമെങ്കിൽ അത് ഗൂഗിൾ പേ നമ്പർ ആണ്. ആ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് അയച്ചു കൊടുത്താൽ മതി, താല്പര്യമുള്ളവർക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളുടെ പ്രോഗ്രാംസിലേക്കോ അതേപോലെ ഇതേപോലെ യൂണിക് ടോക്സിന്റെ എല്ലാ വീക്കിലും ഉള്ള ലിങ്ക് കിട്ടാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യേണ്ട നമ്മളുടെ ടീം മെമ്പർ, നമ്മളുടെ ബിസിനസ് യൂസ് ചെയ്യുന്ന നമ്പർ തന്നെയാണ്
8137023966. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇൻഫോം ചെയ്താണ്. ഏതായാലും താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടോ? എന്നോ സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു, പക്ഷെ അത് കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഇതുവരെയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അതാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടാവുമെന്ന് പറയുമല്ലോ. റൈറ്റ് ടൈം. വേറെ ആർക്കെങ്കിലും? ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ അവളെ സംസാരിച്ചിരുന്നു ഈ കാര്യം. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറഞ്ഞെന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് എടുത്തോ, അതിനെന്താ പ്രശ്നം? അപ്പോള് പറയാ കുറച്ചും കൂടെ ആവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ചാണ്ട് ഇറങ്ങ്, എന്തേലൊക്കെ ഒന്നുണ്ടാവും എന്ന് പറഞ്ഞിങ്ങനെ വിട്ടതായിരുന്നു. അതന്നെ മുർഷിദ, ഇനി പറയുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ മതി അറിയോ? ഈ വീഡിയോന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ ഇതൊന്ന് കണ്ടു നോക്കുക, ആദ്യത്തെ ആളെ ക്ലാസ് എടുക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ. ഏതായാലും താങ്ക് യു വിഷ്ണ, താങ്ക് യു മുർഷിദ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കാൻ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും പറയണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആയിക്കോട്ടെ, ഏതായാലും അങ്ങനെയാണ് അതിന്റെ പേരിൽ വിഷ്ണ ആരെന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആരെങ്കിലും പേടി കാരണം മടി കാരണം ഒക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വരിക. നിങ്ങളൊരു കഴിവാവാം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാനും ഇതുപോലെ ഫീഡ്ബാക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൊരു കുട്ടിയാണ്. അപ്പൊ ആർക്കെങ്കിലും പേടിയോ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ മറ്റുള്ള ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ സംസാരിക്കാം, നമ്മൾ കേൾക്കാം, നമ്മൾ റെഡിയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, തിരുത്താനുള്ളത് തിരുത്താം. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇതൊക്കെ മുന്നേ പറഞ്ഞ പോലെ ശ്രമിച്ചു നോക്കുന്ന ഒരാളാണ്. നിങ്ങളേതായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. നിങ്ങൾ പറഞ്ഞതെടുക്കാൻ നമ്മൾ റെഡിയാണ്. ആർക്കൊന്നും ഇടയില്ലെന്ന് തോന്നുന്നല്ലേ? എനിവൺ? അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഷമീമ മാം ഒന്ന് കേറിയിട്ടില്ലേ? മാം കേറിയിരുന്നു. മാമിന് എന്തോ വീട്ടിൽ എന്തോ ഒരു പരിപാടി എന്തോ ഉണ്ടായിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് എക്സിറ്റ് ആയതാ. മാം എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. നോക്കെ എല്ലാവരോടും താങ്ക് യു മിസ്റ്റർ ഹർഷിത, എല്ലാവരോടും, ടീം മെമ്പേഴ്സ്, പാർട്ടിസിപ്പൻസ്. പിന്നെ മിസ്റ്ററിന്റെ ഉമ്മയൊക്കെ അവിടെ അടുത്തിരുന്ന് എന്നെ കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ ഇടക്കിടക്ക് ഫേസ് കണ്ടിട്ടുണ്ട്. ഉമ്മ ഉണ്ട്, താത്ത ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിന്റെ ചുറ്റും ആൾക്കാരുണ്ട്. ഞാൻ എന്താ പറയുന്നത്, ഇതിന്റെ താത്ത പറഞ്ഞു ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ ഇടണം. എന്തായാലും താങ്ക് യു എല്ലാവരോടും, ഉമ്മ, താത്ത, എല്ലാവരോടും. ബൈ ബൈ. താങ്ക് യു.